കർത്താവ് ഇവിടെ യാക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവ സാന്നിധ്യം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവ് ഇവിടെ യാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിന്റെ കരുത്തിൽ ഏൽപ്പിക്കുന്ന നാഥ ഈ മീറ്റിംഗ് ഞങ്ങൾ വലിയ വിടുതൽ കാരണമാക്കണം. വന്നൊരു ജീവിതത്തിൽ വലിയൊരു വിടുതലും അനുഗ്രഹമാക്കി തീർക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിനെ ആമേൻ. നമുക്ക് ദൈവകൃപത്ത് പ്രാർത്ഥിക്കും. ചിന്തിക്കാതെ എടുത്ത വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27 അധ്യായം അതിന്റെ 14 വാക്യമാണ് ഇന്നത്തെ ചിന്തിക്കാതെ എടുത്ത വേദഭാഗം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27 അധ്യായം അതിന്റെ 14 വാക്യമാണ് ഞാൻ പകൽക്കാലം ഈ പ്രഭാതത്തിൽ നിങ്ങളോട് അല്പനേരം ചിന്തയ്ക്ക് വേണ്ടി എടുത്ത വേദഭാഗം. സ്തോത്രം. ഇങ്ങനെ പാടിയപ്പോൾ ആ പാട്ട് ഞാൻ കേട്ടു. ഹല്ലേലൂയ സ്തോത്രം. നല്ല പ്രത്യാശയുള്ള ആ പാട്ട് എൻ്റെ ജീവിതത്തിൽ വല്ലാതെ ഇങ്ങനെ അപ്പോൾ ഞാൻ കയറിയതാണ്. ആ സമയത്ത് ഞാൻ കയറി മീറ്റിങ്ങിനെ സംബന്ധിച്ചതാണ്. പ്രത്യാശയോടുകൂടി ആ പാട്ട് എൻ്റെ ജീവിതത്തിൽ വല്ല ആഴത്തിലേക്ക് ഇങ്ങനെ മുറിവേൽപ്പിച്ചു. സ്തോത്രം. അനുഗ്രഹപ്പെട്ട ഒരു പാട്ടായിരുന്നു. സകലരെല്ലാം അല്ല് തീർന്നിടും സ്തോത്രം എന്നുള്ള പാട്ട്. ഹല്ലേലൂയ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും സ്തോത്രം എന്നുള്ള ഒരു പാട്ട് എന്നെ കേൾപ്പിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഹല്ലേലൂയ സ്തോത്രം എനിക്ക് ഓർപ്പിച്ചൊരു വചനമാണ്. സ്തോത്രം. കർത്താവ് 27 അധ്യായം അതിന്റെ 14 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക. സ്തോത്രം. ഈ വചനമാണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയിടയായി തീർന്നത്. സ്തോത്രം. നമുക്ക് ദൈവകരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ കാലവും നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ഒരു പ്രത്യാശയുള്ള മക്കളായി സ്തോത്രം പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് സ്തോത്രം ധൈര്യത്തോടുകൂടി നാം മുന്നോട്ട് പോകേണ്ടവരാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവർ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പലപ്പോഴും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ ദാവീദിന്റെ ഒരു സങ്കീർത്തനമായിട്ട് കാണുവാനായിട്ട് കഴിയും. നോക്കണമേ, ദാവീദിന് അനേക പ്രത്യാശയില്ലാത്ത അവസ്ഥകൾ കടന്നു വന്നു. വൈരികൾ അവനെതിരെ കടന്നു വന്നു, ദുഷ്കർമ്മങ്ങൾ അവനെതിരെ കടന്നു വന്നു, തടസ്സങ്ങൾ അവനെതിരെ കടന്നു വന്നു. ഹല്ലേലൂയ. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള അവസ്ഥകളൊക്കെ കടന്നു വന്ന സമയത്ത് ഹല്ലേലൂയ അവനോട് കർത്താവിടെ വചനം ആ സങ്കീർത്തനം ഇപ്രകാരം പറയുന്നുണ്ട്: നീ പ്രത്യാശയോടുകൂടി ധൈര്യപ്പെട്ടിരിക്കുക, ഉറച്ചിരിക്കുക. സ്തോത്രം. ദൈവം നിന്നോട് കൂടെയുണ്ട്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. സ്തോത്രം. പലപ്പോഴും നമ്മുടെ മനസ്സുകൾ ഇടറിപ്പോകുന്ന സമയങ്ങളിൽ, കാലുകൾ പലപ്പോഴും ഇടറിപ്പോകുന്ന സമയങ്ങളിൽ ഹല്ലേലൂയ ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും കർത്താവേ, ഇനി എനിക്കെങ്ങനെ മുന്നോട്ട് പോകുവാൻ സാധിക്കും കർത്താവേ എന്ന് പലപ്പോഴും നാം ചിന്തിക്കുന്ന മണ്ഡലങ്ങൾ പലപ്പോഴും നാം ആയിരിക്കാമെങ്കിലും അവിടെ ഒന്നും കാലടികൾ ഇടറിപ്പോകുവാൻ അനുവദിക്കാത്ത ദൈവം, കാലുകൾ വഴുതി പോകുവാൻ അനുവദിക്കാത്ത ദൈവം നമ്മെ പൂർണ്ണമായി പുറത്തു കൊണ്ടുവരും നമ്മുടെ ദൈവത്തിന് കഴിയും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇത്ര പേർക്ക് പറയുവാൻ കഴിയും. സ്തോത്രം. പലപ്പോഴും ഞാൻ വീഴ്ന്നു പോകേണ്ടതായിരുന്നു, പലപ്പോഴും ഞാൻ തകർന്നു പോകേണ്ടതായിരുന്നു. സ്തോത്രം. പലപ്പോഴും ഞാൻ മരണത്തിന്റെ കെട്ടിൽ അകപ്പെട്ടു പോകേണ്ടതായിരുന്നു. എങ്കിലും എന്നെ അവിടെ നിന്നൊക്കെ കരകയറ്റിയ ഒരു ദൈവമുണ്ട് എന്ന് പ്രത്യാശയോടുകൂടി എത്ര പേർക്ക് പകൽക്കാലം പറയുവാൻ കഴിയും. ഇവിടെ ദാവീദിന്റെ ജീവിതത്തിൽ ഇപ്പോഴും ഭയമാ. സ്തോത്രം. വൈരികൾ തകർക്കുമെന്നുള്ള ഭയം. സ്തോത്രം. മനുഷ്യരെന്നെ കടിച്ചു കീറുമെന്നുള്ള ഭയം. സ്തോത്രം. അയ്യോ, ദൈവം എന്നെ തള്ളിക്കളഞ്ഞെന്നുള്ളതായ നിലവാരത്തിലുള്ള സംശയ ചിന്തകൾ. സ്തോത്രം. ദൈവം എന്റെ മുഖം തിരിച്ചു കളഞ്ഞു എന്നുള്ള ചിന്തകളൊക്കെയും ദാവീദിന്റെ ജീവിതത്തിൽ വന്നു. സ്തോത്രം. എങ്കിലും ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം അവൻ ദൈവകരങ്ങളിലേക്ക് മുന്നോട്ട് പോയാ ഒരു ദൈവനായിട്ട് നമ്മുടെ കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. അവിടെ ഭാഗത്തിൽ ഒരു സൈന്യം പാളയം ഇറങ്ങട്ടെ, എന്തിന്റെ പ്രതികൂലങ്ങൾ വരട്ടെ. സ്തോത്രം. എന്തിനെ വന്നാലും ഞാൻ ദൈവത്തെ വിട്ട് അകന്ന് മാറത്തില്ല. അവിടെ പ്രത്യാശയോട് ദാവീദ് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവന്റെ ആഗ്രഹം അത് യഹോവയുടെ മനോഹരത്വം കാണണം, അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം, സ്തോത്രം, ആലയത്തിൽ പാർക്കണം. പ്രത്യാശയോട് പറയുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും? പ്രത്യാശയോട് എത്ര പേർക്ക് പറയുവാൻ? ഹന്നയുടെ ജീവിതത്തെ നമുക്ക് ചിന്തിക്കാമെങ്കിൽ ഹന്നയുടെ ജീവിതത്തിൽ പെരുന്നവൾക്കെതിരായിരുന്നു. സ്തോത്രം. മുന്നോട്ട് പോകുവാൻ കഴിയാത്ത, പ്രത്യാശ നഷ്ടപ്പെട്ടു പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഭവനത്തിന്റെ ഉള്ളറയിൽ കിടന്നുറങ്ങുവാൻ പോലും കഴിയാതെ അവരുടെ ജീവിതത്തെ വല്ലാതെ ഞെരുക്കി. ഹല്ലേലൂയ. പ്രത്യാശയിൽ നഷ്ടപ്പെട്ടവളായി പണ്ടത്തെ പ്രാർത്ഥനകൾ പലപ്പോഴും നഷ്ടപ്പെട്ടതുപോലെ തോന്നി. ഹല്ലേലൂയ. അതേ, എന്നെ കുലുക്കി കളയുമോ, തകർത്ത് കളയുമോ നിലവാരത്തിൽ അവളായിരുന്ന സമയത്ത് അവൾക്കൊന്ന് തോന്നി, അതേ, ആലയത്തിലേക്ക് കടന്നു പോകണം. സ്തോത്രം. ആലയത്തിൽ കടന്നുപോയി. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കണം. ഒരു പ്രത്യാശയോടുകൂടി ഓടി ആലയത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുവാനിടയായി തീർന്നു. സ്തോത്രം. നോക്കണമേ, അവിടെ വചനം പറയുന്നു, അവിടെ മുഖം വാടുവാൻ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. നീ പ്രത്യാശയോടെ ആണോ ആലയത്തിൽ കടന്നുപോയത്? സ്തോത്രം. അതേ, ഭവനത്തിന്റെ ഉള്ളറയിൽ പ്രാർത്ഥിക്കുവാൻ കരയുവാൻ കഴിയുന്നില്ല. അവിടെ പണ്ടത്തെ വിശ്വാസവും പണ്ടത്തെ പ്രത്യാശയും മുറുകെ പിടിക്കുവാൻ കഴിയുന്നില്ല. തടസ്സങ്ങൾ അനവധിയായി ഹന്നയുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ അവൾക്കൊന്ന് തോന്നി, ആ ആലയത്തിന്റെ ഉള്ളറകൾ കടന്നുപോയി പ്രാർത്ഥിച്ചാൽ എന്റെ ദൈവം എന്റേതായ ജീവിതത്തിൽ മധ്യേ പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം ഹന്നയ്ക്ക് അറിയാമായിരുന്നു. അവൾ ഓടി ആലയത്തിന്റെ ഉള്ളറകൾക്ക് ചെന്ന് കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അവസാന പുരോഹിതൻ ഇങ്ങനെ പറയുന്നു: അതേ, ഹന്നയുടെ മുഖം പാടുവാൻ അനുവദിക്കത്തില്ല. ഇന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഏതൊക്കെ വിഷമത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്? ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, ഒരു പ്രത്യാശയോട്
പ്രത്യാശയോട് പറയാമോ, എന്റെ ദൈവനോട് കൂടെയുണ്ട്. സ്തോത്രം. അവൻ എന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. സ്തോത്ര. ഓ ഡെസി ചെറിയാൻ സിസ്റ്ററോട് ദൂത് പറയുന്നുണ്ട്. സിസ്റ്റർ ഭാരപ്പെടേണ്ട കേട്ടോ. ഡെസി ചെറിയാൻ കേൾക്കുന്നുണ്ടാക്കി അറിയത്തില്ല. സ്തോത്രം. അതേ രഹസ്യവാചനം പറയുന്നു. പ്രത്യാശയോട് ദിവസം കാൽച്ചുവടുകൾ വയ്ക്കുക സിസ്റ്റർ. പലപ്പോഴും പ്രതിസന്ധി അനവധി കടന്നു വന്നു. തള്ളിക്കളയുവാൻ, തകർച്ചകൾ തകർത്ത് കളയുവാൻ, ഓ വനശക്തി പ്രതികൂലങ്ങൾ കുടുംബത്തിന്റെ ഉള്ളറകിൽ പലപ്പോഴും അണിനിരുന്നിട്ടുണ്ട്. നീ പ്രതീക്ഷിക്കാതെ, ചിന്തിക്കാതെ സ്നേഹിച്ചവരും കൊടുത്തവരും പലപ്പോഴും നിനക്കെതിരെ തിരിഞ്ഞ് നിന്നെ എത്രത്തോളം തകർത്ത് കളയുവാൻ പറ്റുമോ എന്നുള്ള നിലവാരത്തിൽ പലപ്പോഴും കടന്നു വന്ന സാഹചര്യങ്ങളെ ആത്മാവിനെ വെളിപ്പെടുത്തുകയാ. സിസ്റ്റർ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. നീ ഭാരപ്പെടേണ്ട കേട്ടോ. നീ ദൈവസ്ഥല കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചു. നിന്നെ ആരൊക്കെ തകർക്കുവാൻ നോക്കിയിട്ടുണ്ടോ, ലജ്ജാവിഷയമാ തീർത്തുകളെ നോക്കിയിട്ടുണ്ടോ, നീ തകർന്നു പോകണം, നീ കിടക്കണം, നീ മരിച്ചു പോകണമെന്ന് ചിന്തിച്ച് നിനക്ക് ആരൊക്കെ വാത് കെട്ടിയിട്ടുണ്ടോ, ആത്മാവിനോട് രാത്രി പകൽക്കാലം പറയുകയാ. സ്തോത്രം. നീ ഒന്ന് ഹന്നയെ പോലെ സടകുടൻ എഴുന്നേറ്റ്, സ്തോത്രം, ഹന്നയെ പോലെ സടകുടൻ കരയുവാൻ തയ്യാറായാൽ നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ ഈ ദിവസങ്ങൾ എന്റെ ദൈവം എന്നെ വഴി നടത്തും. എന്റെ ദൈവം ശത്രുവിന് വിട്ടുകൊടുക്കുന്ന ദൈവമല്ലെന്ന് നീ ദിവസങ്ങൾ പ്രാർത്ഥനയോട് മുന്നോട്ട് പോയാൽ ആത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. സിസ്റ്ററെ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. കെട്ടപ്പെടപ്പെട്ടവളെ പോലെ പലപ്പോഴും ഭവനത്തിന്റെ ഉള്ളറെ കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച ദിവസങ്ങൾ, രാത്രിയോട് യാമങ്ങൾ ഉറക്കമില്ലാതെ കരഞ്ഞ നിലവാരങ്ങൾ ആത്മാവിനെ വെളിപ്പെടുത്തുകയാ. എന്തോ പ്രശ്നങ്ങളുമായി, പ്രതിസന്ധികളുമായി അതേ തകർന്നവളെ പോലെ രാത്രികാലം പകൽക്കാലം ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയെ വെളിപ്പെടുത്തുകയാ. ഓ റാവ, എന്റെ അവസ്ഥ ഞാൻ ആരോട് പറയും, എന്റെ അവസ്ഥ ഞാൻ ആരോട് അറിയിക്കും എന്ന് ചിന്തിച്ചതൊക്കെ മറച്ചു വെച്ചിരിക്കുന്ന ആ വിഷയത്തെ ആത്മാവിനെ വെളിപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം പറയുന്നു, നിന്റെ പ്രത്യാശ ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ടോ. സ്തോത്രാരാഗസ്താദീവർക്കലവാ. നീ ദൈവത്തെ അറിഞ്ഞ നാൾ മുതലുള്ള പ്രത്യാശ അതിനെ ഒന്ന് കൈമുതലാക്കി നീ മുന്നോട്ട് പോകുമെങ്കിൽ, സ്തോത്രം, അവൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല. ഇങ്ങനെ വചനം പറയുന്നുണ്ട്, നിന്നോട് വാദിക്കുന്നതോട് ദൈവം വാദിക്കും, നിന്നോട് എതിർക്കുന്നതോട് ദൈവം എതിർക്കും. നീ അവിടെ മൗനമായിരുന്നത് കരഞ്ഞാൽ മതി, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നതായിട്ട് ദൂത് വെളിപ്പെടുത്തുകയാ. സ്തോത്രാരഗസ്തേവർക്കലവൈഠാരഗസ്തനെ കൊടുത്തവരും വാങ്ങിയവരും സ്നേഹിച്ചവർ ഉറ്റോരും ഉടയോരും ആമേ രഹസ്യേഹ തള്ളിക്കളഞ്ഞതുപോലത്തെ സാഹചര്യങ്ങൾ പലപ്പോഴും സൃഷ്ടിച്ച് വെല്ലുവിളികളായി എഴുന്നേറ്റ് വരുന്ന മാനുഷ്യ പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം അഴിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ദൂത് വെളിപ്പെടുത്തി ഏറ്റെടുത്തോ. ഇന്ന് പകൽക്കാലം പ്രത്യാശയൊന്ന് ഏറ്റെടുത്തോ. ഓ റാഭാഗസ്താദീവർക്കലവൈഠാരഗസ്തന. നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ, നിന്റെ പണ്ടത്തെ പ്രാർത്ഥനകളും പണ്ടത്തെ ആരാധനകളും പണ്ടത്തേതായ ദൈവത്തിന്റെ സ്തുതിയും നഷ്ടപ്പെട്ടു പോകാതെ ഇന്ന് നീ മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ ആത്മാവിനോട് ഇങ്ങനെ ദൂത് വെളിപ്പെടുത്തുകയാ. ഇന്ന് രാത്രി പകൽക്കാലം നിന്റെ ജീവിതത്തിൽ എവിടെയോ ബന്ധിച്ചിരിക്കുന്ന മേഖലകളിൽ നിന്ന് നീ പുറത്തു വരാൻ പോകുന്നതായിട്ട് അതേ ആലോചന വെളിപ്പെടുത്തുക. എനിക്കറിയത്തില്ല കേട്ടോ, ഈ സൂര്യലിരിക്കുന്ന ആരെയും എനിക്കറിയത്തില്ല. സ്തോത്രം. എന്നെ ആത്മാവ് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയാമോ, ഇന്ന് പകൽക്കാലം സിസ്റ്ററെ ആ തലയുടെ പെരുപ്പങ്ങൾ ദൈവം മാറ്റും കേട്ടോ. പ്രാർത്ഥിച്ചോ. പലപ്പോഴും പ്രാർത്ഥന സമയമാകുമ്പോഴുള്ള തലപ്പെരുപ്പങ്ങൾ ആത്മാവിനെ വെളിപ്പെടുത്തുന്നു. ഓരാഹസ്തീവർക്കൽ അതിനെ ഹരിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വ്യക്തമായി എന്നെ വെളിപ്പെടുത്തുകയാ. സ്തോത്രാരഗസ്തേവർക്കല വൈട്ടാരഗസ്തന. ദൈവകരങ്ങൾ സമർപ്പിച്ച് നിന്റെ പരിസരത്തെ ഭൂമിയെയും മണ്ണിനെ പോലും അവകാശം ഉന്നയിച്ച് അതേ രഹസ്യ കയ്യിൽ തരാതെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളിൽ പുറന്തള്ളിലായിരിക്കുന്ന അവസ്ഥയിൽ നീ ആയിരിക്കുമ്പോൾ, സ്തോത്രം, എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്തതുപോലത്തെ അവസ്ഥകൾ പലപ്പോഴും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അത് ഈ ദിവസങ്ങൾ നിന്റെ നിന്ദകളെ പലപ്പോഴും നിന്ദകളാക്കി തീർക്കുവാൻ നിന്ദകളിട്ട് ഹല്ലേലൂയ നിരാശപ്പെടുത്തിക്കുന്ന മണ്ഡലത്തിൽ പുറത്തു വരാൻ പോകുന്നു. ഇന്ന് ചില കെട്ടുകൾ നിന്റെ ശരീരം വിട്ട് മാറുകയാ, ചില വെല്ലുവിളികൾ നിന്റെ ശരീരം വിട്ട് മാറുകയാ. ഓ പ്രാർത്ഥി ജയപ്പെടുത്തി ആരാ ജയപ്പെടുത്തി ആ കെട്ടുന്ന് പൊട്ടട്ടെ. രഹസ്തേരീവർക്കലവൈഠാരഗസ്തന. ഓ രാഗസ് സൂമിറ്റ് കഴിയുമ്പോൾ ആ രോഗം ആ ബന്ധനവുമായിട്ട് കടന്നു പോകേണ്ടതല്ല. എന്റെ ദൈവം അഴിക്കുവാൻ ദൈവത്തിന് കഴിയും. അതേ രഹസ്തേരീവർക്കലവൈഠാരഗസ്തന. ഇവിടെ പറയുന്നു, അതേ രഹസ്തേരീവർക്കലവൈഠാരഗസ്. ധൈര്യപ്പെട്ടിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, ഉറച്ചിരിക്കുക, അതിന്റെ ഹൃദയം ഉറച്ചിരിക്കുക. സ്തോത്രം. ആമേൻ. ഈ ദിവസങ്ങൾ ഹന്ന ആലയത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നുപോയി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അവളുടെ ജീവിതത്തിൽ മുഖം പാടുവാൻ അനുവദിക്കാതെ വണ്ണം അടുത്ത ആണ്ടവൾക്ക് വേണ്ടി ചില വഴികൾ തുറക്കുവാനിടയായി തീർന്നത്. സ്തോത്രാമേരകസ്തേരീവർക്കലവ. അബ്രഹാമും സാറായും ഹല്ലേലൂയ അനേക വർഷങ്ങളായി ഗർഭപാത്രം നിർജ്ജീവമായി പോയി. ഇനി ഒന്നും നടക്കത്തില്ല. സ്തോത്രാമേരകസ്തേരീവർക്കലവ. ഇനി നടക്കുവാൻ സാധ്യതയില്ല, ഇനി ഒരിക്കലും നടക്കത്തില്ല. നല്ല കാലങ്ങൾ കടന്നുപോയി. സ്തോത്രം. നല്ലതായ വർഷങ്ങളും ആണ്ടുകളും കടന്നുപോയി, ഒന്നും നടക്കത്തില്ല. എന്നാൽ അബ്രഹാമിനെ 12-ാമത്തെ വയസ്സിൽ വിളിച്ചു വേദനിച്ചപ്പോൾ അവനോട് ചില വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ നിന്റെ പേര് വലുതാക്കും, സ്തോത്രം, നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കും, സ്തോത്രം എന്നുള്ള വാഗ്ദത്തങ്ങൾ അവൻ ഉറച്ചു വിശ്വസിച്ചു. പ്രത്യാശയോടുകൂടി
അവൻ ജീവിതം കഴിച്ചവനാ. സ്തോത്രം. അതുകൊണ്ട് അവന്റെ തകർത്ത് കളയുന്ന ദൈവമല്ല. എത്ര വർഷമായാലും ശരി, എത്ര നാളുകളായാലും ശരി, നിന്നെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ നിന്നെ തേടിയെത്തുക തന്നെ ചെയ്യും. സ്തോത്രം. എന്റെ ദൈവത്തിൽ 99 വയസ്സൊരു വിഷയമല്ലെന്ന്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിൽ 90ാമത്തെ വയസ്സൊരു വിഷയമല്ലെന്ന്. സ്തോത്രം. അതെ, എന്റെ ദൈവത്തിന് ഒരു വയസ്സൊരു വിഷയമല്ലെന്ന്. ഏത് സമയം എന്റെ കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയും. നിന്നെക്കുറിച്ച് ഒരു ആലോചന അബ്രഹാമിനോട് സാറായോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തോത്രം, അത് നിവർത്തിക്കാതെ എന്റെ കണ്ണടയുവാൻ അനുവദിക്കത്തില്ല. നോക്കണമേ. ഹല്ലേലൂയ. പ്രത്യാശയോടുകൂടി ഓട്ടക്കളത്തിൽ ഓടുന്നത് പോലെ പല പ്രതിസന്ധികൾ നിന്നകളും വന്നിട്ടും സാറയും അബ്രഹാം ദൈവത്തിൽ പിടിച്ചിരുന്നു പ്രാർത്ഥിച്ചു. സ്തോത്രം. 99ാമത്തെ വയസ്സിലും അത് 90ാമത്തെ വയസ്സിലും ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും? സ്തോത്രം. നീ അസാധ്യമായി എന്ന് പറയുന്ന വിഷയങ്ങളുടെ മേൽ, സ്തോത്രം, അസാധ്യമായി എന്ന് പറയുന്ന വിഷയങ്ങളുടെ മേൽ സാധ്യമാക്കോ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് അതേ രഹസ്യസ്ഥന ദൂത് വെളിപ്പെടുത്തട്ടെ. സ്തോത്രം. അയ്യോ, ഇനി ഒന്നും നടക്കത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങളുടെ മേൽ ദൈവാത്ഭുതമായി നടത്തും. അതേ, സങ്കീർത്തന ഭാഗം 43-ാമധ്യായം അതിന്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനം 43-5 പറയുന്നു, എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിഞ്ഞിറങ്ങുന്നത് എന്ത്? ഹല്ലേലൂയ. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നോക്കണമേ, അവിടെ പറയുന്നു. സ്തോത്രം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എന്തിനാ മുഖം വിഷാദിക്കുന്നത്? എന്തിനാ ഭാരപ്പെടുന്നത്? എന്തിനാ ഞരങ്ങുന്നത്? സ്തോത്രം. കോരകപുത്രന്മാരുടെ സങ്കീർത്തനമായിട്ട് കാണുവാൻ കഴിയും. അവിടെ പറയും, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ എന്നെ സ്തുതിക്കും. ദൈവത്തിൽ നിന്ന് പ്രത്യാശ വെച്ചാൽ മതി. സ്തോത്രം. നീ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കണ്ട. ഹല്ലേലൂയ. അപ്രൂക്കന്മാരുടെ മുഖത്തേക്ക് നോക്കണ്ട. നീ ദൈവത്തിന് പ്രത്യാശ, അവ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. സ്തോത്രം. നീ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഹല്ലേലൂയ, എന്ത് പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും അവിടെ നിന്നെ പുറത്തു കൊണ്ടുവരും എന്റെ ദൈവത്തിന്റെ കഴിയും. സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിഷാദിക്കേണ്ടവരല്ല, ഭാരപ്പെടേണ്ടവരല്ല. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു മാനുശക്തിക്ക് നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഒരു ശക്തിക്ക് നമ്മെ തകർക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെയുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഏലിയാവ് ഒളിച്ചിരുന്നു. സ്തോത്രം. ഇനി പുറത്തു വരുവാൻ കഴിയാത്ത അവസ്ഥയിൽ മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച്, ഹല്ലേലൂയ, പ്രത്യാശ നഷ്ടപ്പെട്ടവനായി ചൂരച്ചെടുത്തളിൽ കിടന്ന് ഉറങ്ങുകയാണ്. സ്തോത്രം. ആഹാബിനെ ഈ സവാനെ ഭയന്ന് ജീവിതം അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം, സ്തോത്രം, നോക്കണമേ, ചൂരച്ചെടിയിൽ തണലിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു ഏലിയാവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. കഴിഞ്ഞ നാളുകളിലൊക്കെ നല്ലവണ്ണം ആരാധിച്ചവൻ, പ്രാർത്ഥിച്ചവൻ, സ്തോത്രം, ദൈവത്തിന് വേണ്ടി നിന്നവൻ. സ്തോത്രം. ഹല്ലേലൂയ. രഹസ്യേ ദൈവർക്കലവൈട്ടാരകസ്ഥന. എന്നാൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ, ഒരു പ്രതികൂലം വന്നപ്പോൾ, തകർച്ച വന്നപ്പോൾ, ഹല്ലേലൂയ, പ്രത്യാശ നഷ്ടപ്പെട്ടവനായി അവൻ പറയുന്നുണ്ട്. അതെ, 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, താനോ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടി തണലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവയുടെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. നോക്കണമേ, ഒരു ചെറിയ പ്രതിസന്ധി വന്നതേ ഉള്ളൂ, ഒരു പ്രതികൂലം വന്നതേ ഉള്ളൂ. ഏലിയാവ് പെട്ടെന്ന് പ്രത്യാശയും വിശ്വാസം തകർന്നവരെ പോലെ പറയുന്നുണ്ട്, എനിക്കിനി മരിച്ചാൽ മതി. ഹല്ലേലൂയ. എനിക്കിനി മരിച്ചാൽ മതി എന്ന് പറഞ്ഞ്, അതേ, ജീവിതം അവസാനിപ്പിച്ചാൽ മതി. ചൂരച്ച് തളരുന്നതാ എന്ന് ദാഹിച്ച് വരണ്ട് അവിടെ നിന്ന് മരിക്കുവാനായിട്ട് തീരുമാനമെടുക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ. സ്തോത്രം. എന്തെങ്കിലും പ്രതികൂലങ്ങൾ വന്നാലും നീ ഒരു ഭക്തനാണെങ്കിൽ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഹോടി ഒരു വ്യക്തിയാണെങ്കിൽ, നിന്നെ തകർക്കുവാൻ ദൈവത്തിന് പദ്ധതിയില്ല. ഏലിയാവ് പണ്ടൊരു കാലത്ത് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥനകള് ദൈവത്തിന്റെ സന്നിധിയിലെത്തിയിട്ടുണ്ട്. അവൻ മുഴങ്കാൽ മടക്കി ദൈവത്തോട് ആലോചന കഴിച്ചവനാണ് ഏലിയാവ്. ഒരു ഭക്തനാണ് ഏലിയാവ്. അവന് തകർക്കുവാൻ ദൈവത്തിന് ഇഷ്ടമല്ല. സ്തോത്രം. ഒരു പക്ഷേ അവൻ മരിക്കുവാൻ പോലും ആഗ്രഹിച്ചിട്ടും ദൈവം അവന് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല. സ്തോത്രം. നോക്കണമേ. സ്തോത്രം. സ്തോത്രം. കർത്താവേ. അങ്ങനെ അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ 19-ന്റെ 5 പറയുന്നു, അങ്ങനെ അവൻ ചൂരച്ചെടി തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. നോക്കണമേ. സ്തോത്രം. അവനെ ദൈവം അവിടെ തട്ടി ഉണർത്തുകയാ. നീ മരിക്കേണ്ടവനല്ല, നീ മരിക്കേണ്ടവനല്ല, നീ തകർന്നു പോകേണ്ടവനല്ല. ഹല്ലേലൂയ. ഓ റാബാഹസ്തേ ദൈവർക്കലവാ. നോക്കണമേ. സ്തോത്രം. ദൈവം അവൻ്റെതായ അസാധ്യമായ ചില മണ്ഡലങ്ങളെ ദൈവം തിരുത്തി കുറിക്കുവാനിടയായി. അതെ, 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ, ഹല്ലേലൂയ, അതിന്റെ 2 മുതൽ വായിക്കുമ്പോൾ ഏലിയാവിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും. എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഉറവ നഷ്ടപ്പെട്ടു പോയി. സ്തോത്രാമേ. വെള്ളമില്ലാത്ത അവസ്ഥയുണ്ടായി. കാക്കയുടെ വരവ് നിന്നു. സ്തോത്രാമേ. രഹസ്യേ, പണ്ടൊരു കാലത്ത് കാക്ക വന്നു പെയ്യുന്നതാണ്. അതേ, അപ്പവും വെള്ളവും കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്ന, അപ്പം കൊടുത്ത് ഭക്ഷണം കൊണ്ട് കൊടുത്ത കാക്കയായിരുന്നു. ഇപ്പോൾ കാക്കയുടെ വരവ് നിന്ന്. നോക്കണമേ. സ്തോത്രം. ആമേൻ.
നീരവുണ്ടായിരുന്നു, വെള്ളം കുടിക്കുവാൻ നീരവ് തടഞ്ഞു പോയി. സ്തോത്രം. ഇനി എന്ത് ചെയ്യും? അതേ പ്രത്യാശ നഷ്ടപ്പെട്ടവനെ പോലെ ഏലിയാവ് കരയുന്നു. പക്ഷേ ദൈവം പറഞ്ഞില്ല, ഇല്ല, നിന്നെ ഞാൻ അവിടെ എഴുന്നേൽപ്പിക്കും. സ്തോത്രം. നിന്റെ സാഹചര്യങ്ങൾക്ക് ഞാൻ വ്യത്യാസം വരുത്തും. അവിടെ പറയുന്നുണ്ട്, അതിന്റെ 17-6 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കാക്കാവിന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് ഹല്ലേലൂയ സ്തോത്രം അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ശേഷം തോട് പറ്റിപ്പോയി. അപ്പോൾ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായി, എന്നാൽ നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. സ്തോത്രം. നിന്നെ പുലർത്തേണ്ടതിനെ അവിടെ ഉള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. നോക്കണമേ, സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ, അസാധ്യമായ ചില മണ്ഡലങ്ങൾ വന്നപ്പോൾ, സ്തോത്രം, ഇനി ഒരു മുന്നേറ്റമില്ല, ഇനി മുന്നോട്ട് പോകുവാൻ പഴുതുകളില്ല, ഉറവയില്ല, വെള്ളം കുടിക്കുവാൻ കഴിയത്തില്ല, അപ്പം കിട്ടത്തില്ല, ഇറച്ചി കിട്ടത്തില്ല എന്ന് പറഞ്ഞ ദാനിയേൽ അതേ ഏലിയാവിന് വേണ്ടി ദൈവം പറയുന്നു. തക്ക സമയത്ത് മറുപടി കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. തകർച്ചയെന്ന് പുറത്തു കൊണ്ടിടയായി തീർന്നു. നിന്നെ പുലർത്തരുത്, സീദോനോട് ചേർന്ന സാരഭാത്തിലെ വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. അവിടെ നീ പോകുമ്പോൾ നിനക്ക് വേണ്ടി ആവശ്യമുള്ള നന്മകൾ ദൈവം തരും. സ്തോത്രം. രഹസ്യം നോക്കണമേ, അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായ ഒരു ശുശ്രൂഷ, അവൻ ഏലിയാവ് ഒരു ശുശ്രൂഷ ചെയ്തു. സ്തോത്രം. അതിനു വേണ്ടി ദൈവം അങ്ങോട്ട് അയച്ചത്. സ്തോത്രം. നീ പ്രത്യാശയില്ലാത്തവനെ പോലെ നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുതല്ല അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. മരിക്കുവാൻ ഇരുന്നതാ വിധവ. എന്നാൽ അവൻ പോയപ്പോൾ ചില മരണബന്ധനങ്ങളെ വെട്ടിമാറ്റി ദൈവം അവനെ ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഹല്ലേലൂയ, എത്ര പേർക്ക് പ്രത്യാശയോട് മടങ്ങി വരുവാൻ കഴിയും? സ്തോത്രം. ആമേൻ. വിജോയ് ജമ്മു എന്ന് പറഞ്ഞതായ ദേവദാസനോട് ആത്മാവ് പറയുന്നു. പാസ്റ്റേ, ദേവദാസനെ എനിക്ക് അറിയത്തില്ല, പക്ഷേ ആത്മാവിനെ വെളിപ്പെടുത്തുന്നു. ഒരു ശുശ്രൂഷയുണ്ട് ദേവദാസനെ. ഹല്ലേലൂയ. പണ്ട് കാലത്ത് തകർച്ചയുടെ വക്കിലായിരുന്നു, ഇനി ഒരു ശുശ്രൂഷയില്ല എന്ന് ചിന്തിച്ച വേളകളായിരുന്നു. വിജോയ് പാസ് നടത്തുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എങ്കിലും ആത്മാവ് ദേവദാസനെ സടകൂടി ഞാൻ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. അനേക യാത്രകളുണ്ട് കേട്ടോ, യാത്രകളുണ്ട്. ദൈവജന മിനിസ്ട്രിക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ പോകുന്നു കർത്തദാസനെ. ഈ ദിവസങ്ങളിൽ അനേക ഇടങ്ങളിൽ അനേക രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇങ്ങനെ ദൂത് പറയുന്നുണ്ട്. വരുന്ന 7-ാമത്തെ മാസം അതേ ദൈവദാസനെ കുറിച്ചിട്ട് പ്രാർത്ഥിച്ചോ. ദൈവം പറയുന്നു, നിന്റെ സ്ഥിതിക്ക് ഒരു വ്യത്യാസം വരുത്തുന്ന, അതേ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ചില സാഹചര്യങ്ങളെ തിരുത്തി കുറിക്കുവാൻ തക്കവണ്ണം അതേ ദൈവദാസനെ മുമ്പ് ചില വഴികൾ തുറക്കുകയാണെന്ന് ആത്മാവ് ദൂത് വെളിപ്പെടുത്തുകയാ. ഹല്ലേലൂയ. അതെ, ഇനി ഒരു സാധ്യതയില്ല, അത് കയ്യിൽ കിട്ടത്തില്ല, ആ നന്മ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച മണ്ഡലത്തിലാണോ അതേ വിജോയ് ഭാസെ ആയിരിക്കുന്നതെങ്കിൽ ആത്മാവ് പറയുന്നുണ്ട്, ഇതാ അതിനെ വേഗത്തിൽ തുറക്കുവാൻ പോകുന്നതായി ആത്മാവിനെ വെളിപ്പെടുത്തുകയാ. സ്തോത്രം. അത് കയ്യിലേക്ക് വരുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുന്ന ദൈവദാസനെ. ഹല്ലേലൂയ. തകർന്നു പോയത് ചിന്തിക്കേണ്ട കേട്ടോ. പണ്ടൊരു കാലത്ത് ഹല്ലേലൂയ രഹസ്യേ ആത്മതലത്തിലുള്ള ചില ജീവിതങ്ങൾ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുവാൻ ഇന്ന് നോക്കണമേ, ആത്മതലത്തിലുള്ളവർ പോലും പലപ്പോഴും സ്തോത്രം കണ്ണുകടിച്ചും പരിഹസിച്ചും നിന്ദിച്ചും പരിഹസിച്ചും നിൽക്കുമ്പോൾ, സ്തോത്രം, ഈ ആത്മതലത്തിലുള്ള വ്യക്തികൾ കുരുക്കുകളുമായി എഴുന്നേറ്റ് വരുമ്പോൾ കർത്തദാസനെ ഭയപ്പെടേണ്ട. സ്തോത്രം. രഹസ്യേ ദൈവക്കലവാ ആത്മതലത്തുനിന്ന് എതിരെ കേട്ടോ ഭാഷേ, ആത്മതലത്തുനിന്ന് എതിരെ അവരെ സൂക്ഷിക്കേണ്ടത്. സ്തോത്രം. പ്രാർത്ഥിച്ചോ. ഈ ദിവസങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചോ. എന്റെ ദൈവം പറയുന്നു, 7-ാമത്തെ മാസം ഹല്ലേലൂയ ദൈവം ഒരുക്കി വെച്ച നന്മകൾ ഇതാ വരാൻ പോകുന്നതായി ദൂത് വെളിപ്പെടുത്തുകയാ. സ്തോത്ര. ഒരു വലിയൊരു കൊയ്ത്തുണ്ട് സുസൂരദാസനെ. ഈ ദിവസം തകർച്ചയുടെ വക്കലല്ല, തകർന്നു പോയി, ഇനി അതാമേ അതിന് മുന്നോട്ടെടുക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഒരു പരാജയപ്പെട്ട മേഖലയിലാണ് ഞാൻ ആയിരിക്കുന്നു എന്ന് ചിന്തിച്ചാലും ദൈവം പറഞ്ഞില്ല, ദൈവത്തിന് ദാസനെ കുറിച്ചൊരു ആ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ഒരു ശുഭാവിയുണ്ട്. ഹല്ലേലൂയ. രഹസ്യേ അതിലേക്ക് നടത്തേണ്ട ഒരു സമയമായിട്ടുണ്ടെന്ന് ആത്മാവ് ദൂത് പറയുന്നുണ്ട്. സ്തോത്ര. അതെ, ഒരു വചനം എന്നെ ഓർമ്മപ്പെടുത്തുന്നു ഇരമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന്. അത് ഞാൻ ഭാഗം എടുക്കുന്നില്ല. ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭാവി വരുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഒരുക്കുന്നത് തിന്മയ്ക്കുള്ളതല്ല നന്മയ്ക്കുള്ള നിരൂപണങ്ങളാണെന്ന് എന്നെ വെളിപ്പെടുത്തുക. അത് ഈ വചനത്തിലൂടെ വരുന്നതാ. സ്തോത്രം. നമുക്ക് ദൈവം ചെയ്യുന്നത് നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ള നന്മയ്ക്ക് വേണ്ടി മാത്രമായി എല്ലാം ചെയ്യുന്നത്. സ്തോത്രം. പ്രത്യാശ. ഹല്ലേലൂയ. നമുക്ക് ഒരുക്കി വെച്ചിരുന്ന പ്രത്യാശിക്കുന്ന ശോഭാവി അത് നന്മയ്ക്കുള്ളതാണെന്ന് കർത്തദാസനോട് ദൂത് വെളിപ്പെടുത്തുകയാ. സ്തോത്രം. മുൻപോട്ട് യാത്ര ചെയ്തു കർത്തദാസനെ. ചില സാമ്പത്തികമായ ഉറവകൾ തുറക്കുവാൻ പോകുന്നുണ്ട്, സാമ്പത്തികമായ ചില പദ്ധതികൾ കയ്യിൽ വരാൻ പോകുന്നതുണ്ട്. അത് തകർന്നു പോയ നിലവാരങ്ങൾ മാറ്റി ഈ ദിവസങ്ങൾ സാമ്പത്തിക നന്മകൾ ഈ ദിവസങ്ങൾ തരും. അതേ ദിവസങ്ങൾ എവിടെ നിന്നൊക്കെ സഹായികൾ എഴുന്നേറ്റ് വരാൻ പോകുന്നുണ്ട്. അതരകസ്ഥാ ദീവർക്കലം കാത്തിരുന്ന് പ്രാർത്ഥിച്ചോ. ദൈവ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാനായിട്ട് പോകുകയാണെന്ന്
ആത്മാവ് ദൂത് വിളിച്ചു വരികയാ. സ്തോത്രം. നോക്കണമേ, ഇരമ്യാവിന്റെ പുസ്തകത്തിൽ വചനമുണ്ട്. കർത്തദാസിൽ പറഞ്ഞ വചനത്തോടൊപ്പം തന്നെ അത് പറയട്ടെ. അവിടെ പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശോഭാവി വരുവാൻ തക്കവണ്ണം ദൈവം നിരൂപിക്കുന്ന നിരൂപണങ്ങൾ എന്താണ്? അത് നന്മയ്ക്കുള്ളത് മാത്രമാണ്, തിന്മയ്ക്കുള്ളതല്ല. സ്തോത്രം. നമ്മുടെ ദൈവം നന്മയ്ക്ക് വേണ്ടി മാത്രമേ എല്ലാം ചെയ്തിട്ടുള്ളൂ. സ്തോത്രം. അതേ റോമർക്ക് ലേഖനത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് ആ ഭാഗം ഒന്നും എടുക്കുന്നില്ല കേട്ടോ. സ്തോത്രാമേൻ. അവിടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം ഒരുക്കിയിട്ടുള്ളവർക്ക് തന്നെ ദൈവം എന്ത് ചെയ്യുന്നു? സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്തോത്രം. അതെല്ലാം ദൈവം നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് വ്യാപരിപ്പിക്കുന്നത്. അതുകൊണ്ട് തിന്മയ്ക്ക് വേണ്ടി മാത്രം ഒന്നും ദൈവം ചെയ്തിട്ടില്ല. സ്തോത്രം. അതെ, അവിടെ ഒരു ഭാഗത്ത് 8-ാമത്തെ റോമർ 8 പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. അതെ, നമ്മുടെ ദൈവം നമുക്ക് അനുകൂലമായി കൂടെ ഉണ്ടെങ്കിൽ ദൈവമേ, നമ്മൾ പേടിച്ചു പോകേണ്ടവരല്ല. സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി കരയുവാനും പ്രാർത്ഥിക്കുവാനും ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതേ നമ്മുടെ മുഖം, അതേ നമ്മുടെ തല തയരുവാൻ അനുവദിക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വചനത്തിലൂടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാ. ഓ റാവാഹസ്താദീവർക്കലവൈട്ടാരകസ്തന. എത്ര പേർക്ക് ഇന്ന് ഹല്ലേലൂയ ദൈവകരങ്ങളിൽ പ്രത്യാശയോടുകൂടി ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയും. മുമ്പിൽ ഏതുകൾ ഉണ്ടെങ്കിലും, മുമ്പിൽ അതേ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും, അതേ രഹസ്യ തകർക്കുവാൻ വെല്ലുവിളികൾ എതിരേറ്റ് വരുന്നുണ്ടെങ്കിലും അതേ എന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഞാൻ മുഖം ഉയർത്തി പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുക്കുന്നു. സ്തോത്ര രഹസ്യേ ദീവർക്കലവൈട്ടാരകസ്തന. ഞാൻ ദൈവത്തിന്റെ സന്നിധി മുഖം ഉയർത്തി പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുക്കുന്നു. സ്തോത്രം. ഓറാവാഹസ്താദീവറിയോവന്റെ ജീവിതം നോക്കാമെങ്കിൽ എല്ലാം തകർന്നു പോയി. ഹല്ലേലൂയ രഹസ്യേ. ഇനി ഒരു രക്ഷയില്ല, ഇനി മുന്നോട്ട് വരുവാൻ കഴിയത്തില്ല. പഴുതുകളെല്ലാം അടഞ്ഞു പോയി. സ്തോത്രം. ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നഗരനായി ഞാൻ ലോകത്തിൽ വന്നു. സ്തോത്രം. നഗരനായി ലോകം വിട്ടു പോകും. സ്തോത്രം. ഞാൻ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നതല്ല, ദൈവമാണ് എനിക്കെല്ലാം തന്നത്. സ്തോത്രം. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് സാരമില്ല, ദൈവം തരുമുള്ള ഒരു വിശ്വാസം, ആ പ്രത്യാശ യോവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവനൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അവൻ എന്നെ കൊന്നാൽ ഞാൻ അവനായി ജീവിക്കും. സ്തോത്രം. എന്റെ പ്രിയരെ കാണും. സ്തോത്രം. എന്നെ കണ്ണുകൊണ്ട് ഞാൻ ദൈവത്തെ കാണും. സ്തോത്രം. അവിടെ പ്രത്യാശയോടുകൂടി യോവിന്റെ വാചകങ്ങൾ പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഒരു വൃക്ഷമായ പ്രത്യാശയുണ്ട്. എന്താണ് പ്രത്യാശ? അത് വെട്ടിയാൽ വീണ്ടും കിളിർക്കും. പ്രത്യാശ അതാണ് വൃക്ഷത്തിന്റെ പ്രത്യാശ. അത് വെട്ടിയാൽ വീണ്ടും കിളിർക്കും. അത് ഉഷ്ണം തട്ടിയാൽ വാടിപ്പോകത്തില്ല. സ്തോത്രം. അതുകൊണ്ട് പരാജയം വന്നു പോയാൽ പേടിക്കണ്ട. ഈ ദിവസങ്ങൾ ദൈവം ഇനിയും ചില ശക്തീകരിക്കുമെന്നുള്ള വിശ്വാസം, നമ്മുടെ ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഉറപ്പും ധൈര്യം ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല കേട്ടോ. ഇവിടെ പറയുന്ന ഉറപ്പും ധൈര്യവും പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പലപ്പോഴും ഉറപ്പും ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് നാം തകർച്ചയുടെ വക്കിലായി പോകുന്നത്. സ്തോത്രം. എന്നാൽ ഉറപ്പും ധൈര്യം ഉണ്ടാകണം. ഗിദിയോനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട് ഗിദിയോനെ. സ്തോത്രം. നീ തകർന്നു പോകേണ്ടവനല്ല. സ്തോത്രം. നീ വാടിപ്പോകേണ്ടവനല്ല. സ്തോത്രം. ഒരു കഷ്ടതനക്ക് വന്നു, ഒരു കഷ്ടതനക്ക് വന്നു, അതുകൊണ്ട് നീ ഭാരപ്പോൾ വിട്ടുപോകേണ്ടവനല്ല. സ്തോത്രം. അയ്യോ, എന്ന് നിനക്ക് ആ കഷ്ടത ഉണ്ടാകത്തില്ല കേട്ടോ. സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അതിന്റെ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 6-11 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഗിദിയോനെ കുറിച്ചുള്ള കാര്യങ്ങൾ. സ്തോത്രാമേ. എല്ലാം തകർച്ചയുടെ വക്കിലായി അവൻ ഉണ്ടാക്കിയതൊന്നും കയ്യിലെടുക്കുവാൻ കഴിയുന്നില്ല. സ്തോത്രം. എന്നാൽ വചനം പറയുന്നു 14-ാം വാക്യത്തിന്റെ 6-14 പറയുന്നു, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക. ഹല്ലേലൂയ. നീ ഇസ്രായേലിനെ മിദ്യാന്റെ കയ്യിൽ രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. നോക്കണമേ. സ്തോത്രം. ഒരു പ്രാവശ്യം പരാജയം വന്നത് ഭേദിക്കണ്ട. ഇനി നീ പോകുന്ന യാത്രയിൽ പരാജയമല്ല. സ്തോത്രമേ. ഇനി നീ പോകുന്ന യാത്രയിൽ പരാജയമല്ല. സ്തോത്രം. ഞാനാണ് നിന്നെ അയക്കുന്നത് കേട്ടോ. സ്തോത്രം. നീ അതുകൊണ്ട് തകർന്നു പോകുമ്പോൾ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. നിന്റെ പരാജയത മാറിപ്പോകുന്നുണ്ട്. ധൈര്യത്തോട് ബലത്തോടു കൂടി നീ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചോ. സ്തോത്രം. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ഗിദെയോനെ. സ്തോത്രം. പരാക്രമശാലി എന്നാണ് അവിടെ ഗിദെയോനെ കുറിച്ച് പറയുന്നത്. സ്തോത്രം. എന്നാൽ അവിടെ വചനം പറയുന്നു, സ്തോത്രം, നിന്നോട് കൂടെ ഞാനുണ്ട്. സ്തോത്രം. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം പേടിക്കേണ്ടവരല്ല. സ്തോത്രം. നീ യാമത്തിലിട്ട് പൂട്ടിയ അവസ്ഥയിൽ കാരാഗൃഹത്തിന്റെ ഉള്ളറിൽ കെട്ടപ്പെട്ടവനായി കിടക്കുന്ന ഒരു പൗലോസ് ആണെങ്കിൽ ഹല്ലേലൂയ. പണ്ടൊരു കാലത്ത് നീ ഒരു ശൗലായിരുന്നു, നിന്നെ ഞാൻ പൗലോസാക്കി തീർത്തു. ഹല്ലേലൂയ. നീ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, നീ സ്ത്രീകളെയും കുടുംബങ്ങളെയും നശിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്തോത്രം. എന്നാൽ പിന്നത്തേത് നിന്നെ വിളിച്ചു വേദനിച്ചു, ശൗലിനെ പൗലോസാക്കി തീർത്തു, ഒരു പുതിയ പേരോടുകൊണ്ട് പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. ആമേൻ. നീ കാരാഗൃഹത്തിന്റെ ഉള്ളറയിൽ ആമത്തിലിട്ട് പൂട്ടിയവനായി അതേ കിടക്കുന്ന ഒരു വ്യക്തിയാണോ? സ്തോത്രം. ആമേ. രഹസ്യ നീ ഒരിക്കലും വരത്തില്ലെന്നാണോ നിന്റേതായ ജീവിതത്തിലുള്ള വിശ്വാസവും അതെ നീ ചിന്തിക്കുന്നതും ഇല്ല. നിന്നെ പുറത്തു കൊണ്ടുവരുക ദൈവത്തിന് കഴിയുമെന്ന് അതേ
രഹസ്യ പൗലോസിനോട് അത് ദൂത് പറയട്ടെ. പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നീ പുറത്തു വരും കേട്ടോ. നീ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കെട്ടപ്പെട്ടവനായി കിടക്കേണ്ട വ്യക്തിയല്ല. ഇതാ ഒരു വെളിച്ചം അവിടെ വ്യാപരിച്ചു. സ്തോത്രം. കഴിഞ്ഞ നാളുകളുടെ ഇതിന്റെ വ്യാപാര ശക്തികൾ അവിടെ പൂർണ്ണമായി പൊട്ടിച്ചു മാറ്റി. ഓ റാവാഗസ്തി വർഷങ്ങളായി നാളുകളായി കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ വെളിച്ചം പ്രകാശിക്കുവാൻ കഴിയാതെ, ഓ റാവാഗസ്ത വെളിച്ചം കാണുവാൻ കഴിയാതെ മൂടപ്പെട്ട അവസ്ഥയിലായിരുന്ന മൂടുപടങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് ഇതാ രഹസ്യ പൗലോസിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ തയ്യാറായപ്പോ ചില കെട്ടുകളെ പൊട്ടിച്ച് ഇതാ പുറത്തു കൊണ്ടിടയായി തീർന്നു. സ്തോത്രം. നിന്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അത് നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. സ്തോത്രം. നിനക്ക് ഇനി ശുശ്രൂഷകളുണ്ട് പൗലോസേ. ഹല്ലേലൂയ. അവിടെ ഒരു ശുശ്രൂഷ അവൻ ചെയ്തു. എന്താ ശുശ്രൂഷ? കാരകപ്രമാണിയെ കുടുംബത്തെ രക്ഷിക്കുവാനുള്ള ശുശ്രൂഷ. അവിടെ ആ കാരകത്തിന്റെ ഉള്ളറയിലും ദൈവം അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്തു. സ്തോത്രം. അതിനുവേണ്ടി അതിനെ അവിടെ കൊണ്ടുപോയത്. സ്തോത്രം. നീ തകരുവനല്ല നിന്റെ കാരാഗരത്തിന്റെ ഉള്ളറയിൽ കൊണ്ടുപോയത്. ആ കാരാഗരത്തിന്റെ ഉള്ളറയിലും അവൻ ആ ശുശ്രൂഷ ചെയ്തു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ഇരുള് മാറി. സ്തോത്രം. അവൻ പ്രാർത്ഥിച്ചപ്പോൾ വെളിച്ചം വ്യാപരിച്ചു. ചങ്ങലകൾ അഴിഞ്ഞു. സ്തോത്രം. ബന്ധനങ്ങൾ പൊട്ടി. ഹല്ലേലൂയ. കാരാഗ്രഹമാണ് ഈ കുടുംബവും രക്ഷ പ്രാപിച്ചു. സ്തോത്രം. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ ഒരുക്കിയെടുത്തു. അത് ഇതിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകേണ്ടതല്ല. സ്തോത്രം. രഹസ്യ പല ഭാഗത്ത് പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. സ്തോത്ര. രഹസ്യേദീവർക്കലവ. ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതാ എണ്ണുന്നില്ല. സ്തോത്ര. രഹസ്യേദീവർക്കലവ. അവന്റെ പ്രാണൻ അവന് സ്ഥാനം കൊടുത്തില്ല. അവൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യാശയോട് ഓടുവാനിടയായി തീർന്നു. സ്തോത്രം. കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ എന്തേലും വന്നാലും ശരി എന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഉറച്ചായ ഒരു പ്രത്യാശയും വിശ്വാസവും അത് അവിടെ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് പുറത്തു കൊണ്ടിടയായി തീർന്നത്. സ്തോത്രം. അതേ ഒന്നിനും എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. വരുവാനുള്ളതോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനും എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വാസം പറയാൻ കഴിയും? കഷ്ടതയാണോ നഗ്നതയാണോ ആപത്താണോ വാളാണോ ഞെരുക്കമാണോ നിന്റെ ജീവിതം? അതേ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസരമാണോ നിന്റെ ജീവിതം? ഇന്ന് നിനക്ക് രക്ഷയില്ല എന്നാണോ നീ പറയുന്നത്? ഇന്ന് പകൽക്കാലം നീ മടങ്ങി വരാൻ പോകുന്നു. അജയ് സഹോദര പ്രാർത്ഥിച്ചു. അജയ് സഹോദര പ്രാർത്ഥിച്ചു. എന്റെ ദൈവം പറയുന്നു നിനക്ക് വേണ്ടി ചില പുതുവഴികളെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് രഹസ്യനാ. ഓ നിന്റെ രഹസ്യ നീ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത സ്റ്റെപ്പുകളും പലപ്പോഴും പരാജയപ്പെട്ടു. പൂർത്തീകരണം കാണുവാൻ കഴിയാതെ, പലപ്പോഴും പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാതെ പലതും തകർന്നു പോയ അവസ്ഥ ആത്മാവിനെ വെളിപ്പെടുത്തുകയാ. ആമേൻ. പൂർത്തീകരണം കാണണം, അത് പ്രാപിച്ചെടുക്കണമെന്ന് ചിന്തിച്ചതാ. പക്ഷേ പലപ്പോഴും നീ അതിനുവേണ്ടി ആഗ്രഹിച്ച് സ്റ്റെപ്പ് എടുത്തെങ്കിലും പല കാലങ്ങളിൽ വെച്ചത് നിന്റെ നഷ്ടപ്പെട്ടു പോയി. ഒരു പരാജയം മുന്നിൽ കണ്ട് അസാധ്യമായ ചില മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. സഹോദര പ്രാർത്ഥിച്ചു. എന്റെ ദൈവം പറയുന്നു നിന്നെ ഒന്നുകൂടെ ദൈവം ഉയർത്തിയെടുക്കുവാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ തകർന്നു പോയ നിലവാരങ്ങളെ ഇടയ്ക്ക് വെച്ച് പലപ്പോഴും പൂർത്തീകരണം കാണുവാൻ കഴിയാതെ ശത്രുവിനെ ബന്ധിച്ച കുരുക്കളിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നതായിട്ട് ആത്മാവ് ദൂത് വെളിപ്പെടുത്തുകയാണ്. ഓ റാവാഹസ്ത സാമ്പത്തിക ഞെരുക്കത്താൽ ഭാരപ്പെട്ട്, കടഭാരത്താൽ ഭാരപ്പെട്ട് അടയ്ക്കുവാൻ പോലും കഴിയാതെ വണ്ണം ഞെരുക്കത്തിന്റെ അവസ്ഥയിലാണോ നീ ആയിരിക്കുന്നതെന്ന് ആത്മാവിനെ വെളിപ്പെടുത്തുകയാ. ഓ റാവാഹസ് ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? തകർച്ചയുടെ വക്കിലാണ്. ദൈവം പറയുന്നു നിന്റെ ഞെരുക്കങ്ങളെല്ലാം മാറുന്നു കേട്ടോ. പ്രാർത്ഥിച്ചോ സഹോദര, പ്രാർത്ഥിച്ചോ. നെഞ്ചിന് വല്ലാത്ത അസ്വസ്ഥയിട്ട് വെല്ലുവിളിക്കുന്ന രോഗശക്തി ഇപ്പോൾ അഴിയുകയാണ്. ഓ റാവാഹസ്തേ നടുവിൽ ചിലപ്പോൾ വല്ലാതെ വേദന ഇട്ട് ഭാരപ്പെടുത്തിക്കൊള്ളുന്ന ആ കെട്ടുതന്റെ ശരീരം വിട്ട് മാറുകയാണ്. ഓ റാവാ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകേണ്ട കേട്ടോ. പ്രാർത്ഥനയോട് മുന്നേറിക്കോ. ചില വിടുതലുകൾ വേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഇനി നീ വയ്ക്കുന്ന കാഴ്ചപ്പാടുകളും സ്റ്റെപ്പുകളും ദൈവം ചില വഴികൾ തുറന്ന് മാനിക്കുവാനായിട്ട് പോകുകയാണെന്ന് ദൂത് വെളിപ്പെടുത്തുകയാണ്. എവിടെയാണ് തകർച്ച വന്നത്? ഇടയ്ക്ക് വെച്ചാണോ? അത് എവിടെയാണ്? നടുക്ക് വെച്ചാണോ? ഹല്ലേലൂയ. ഓ രഹസ്യ ഏത് കാലയളവിലാണ് സംഭവിച്ചത്? സ്തോത്രം. എന്നാൽ ദൈവം പറയുന്നു ഒന്നുകൂടെ ഉയർത്തിക്കൊണ്ടുവരും. എന്റെ ദൈവത്തിന് കഴിയും. അവൻ നന്മ മാത്രമേ നിനക്ക് വേണ്ടി ചെയ്യത്തുള്ളൂ കേട്ടോ. പ്രാർത്ഥിച്ചു. ചില പേപ്പർ വർക്കുകൾ എവിടെയൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നതായി ആത്മാവ് ദൂത് വെളിപ്പെടുത്തുന്നു. പേപ്പർ വർക്കുകൾ അതേ അനുകൂലമായ സാധ്യതകൾ തിരുത്തി കുറിക്കുവാൻ കഴിയാതെ ശത്രു പലപ്പോഴും പ്രതികൂലമായ ചില പദ്ധതികൾ ഒരുക്കി പ്രതികൂലമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ച് പ്രതികൂലമായ രേഖകൾ തിരുത്തി കുറിച്ച് വെച്ചിരിക്കുകയാ. ഹല്ലേലൂയ. കള്ളരേഖകൾ പോലെ തിരുത്തി കുറിച്ച് വെച്ച രേഖകൾ അതേ ആത്മാവിനെ കാണിക്കുന്നു. സഹോദര പ്രാർത്ഥിച്ചോ. ചില പേപ്പറുകൾ നിനക്ക് അനുകൂലമായി തിരിവാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ. അനുകൂലമായ ചില സീലുകൾ അടിക്കുവാൻ പോകുന്നുണ്ട്. അനുകൂലമായ ചില ഒപ്പുകൾ വയ്ക്കുവാൻ പോകുന്നുണ്ട്. അതേ പ്രാർത്ഥിച്ചോ. ദൈവം നിനക്ക് അനുകൂലമായ ചില പദ്ധതികൾ ഒരുക്കുന്നത് എന്താ ആവശ്യമെന്ന് എനിക്ക് അറിയത്തില്ല. എവിടെയോ ചില പേപ്പർ വർക്കുകൾക്ക് തടസ്സം വന്നു. ഹല്ലേലൂയ. ആ പേപ്പർ വർക്കുകൾ ദൈവം നിന്റെ മുമ്പിലേക്ക് ഇതാ വിടുതലാക്കി തീർക്കുവാനായിട്ട് പോകുകയാണെന്ന് ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്. സ്തോത്ര. ദൈവത്തിനോട് കൂടെ ഉണ്ടെങ്കിൽ ഗിദെയോനെ നീ പേടിക്കണ്ട. ദൈവത്തിനോട് കൂടെ ഉണ്ടെങ്കിൽ പൗലോസിനെ നീ പേടിക്കണ്ട. സ്തോത്രം. ദൈവത്തിനോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. ഒയ്യോവേ നീ പേടിക്കണ്ട. എലിയാവേ നീ പേടിക്കണ്ട. സ്തോത്രം.
ഓറാഭാഗസ്ഥ സങ്കീർത്തനക്കാരൻ 33 സങ്കീർത്തനം അതിന്റെ 18 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നതിന് മേലും ഇരിക്കുന്നു. സ്തോത്രം. യഹോവയുടെ ദൃഷ്ടി ആരുടെ മേലാ? ഭക്തന്മാരുടെ മേലാ, തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നതിന് മേലായിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. നാം ദൈവത്തിന് വേണ്ടി ഓടുവാൻ തയ്യാറാകണം. സ്തോത്രം. വചനത്തിൽ അനേക ഇടങ്ങളിലൊക്കെ നമുക്കത് ആ ഭാഗങ്ങളെ കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഈ ദിവസങ്ങൾ നമ്മൾ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. സ്തോത്രം. അതേ രഹസ്യർക്ക് എബ്രായ ലേഖനകർത്താവ് അവിടെ ഒരു വാക്യം പറയുന്നുണ്ട്, 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. എബ്രായ ലേഖനകർത്താവ് 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. നാം കേളം നമ്മൾ അവസാനത്തോളം മുറുകെ പിടിക്കണം. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് നാം ഓടുവാൻ തയ്യാറാകണം. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ ദൈവത്തിന് യേശു ആകാശത്തിൽ കൂടി കടന്നുപോയത് ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. സ്തോത്രം. അവിടെ പറയുന്നു, നമ്മുടെ ദൈവം അതേ ഹല്ലേലൂയ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നാം എന്ത് ചെയ്യണം? പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുവാൻ തയ്യാറാകണം. നാം പണ്ടൊരു കാലത്ത് പ്രാപിച്ചെടുത്ത പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ കഴിയാതെ അതിനെ ഒന്നുകൂടെ ബലത്തോടു കൂടി പ്രാപിച്ചെടുക്കുവാൻ നാം തയ്യാറാകണം. അതേ രഹസ്യേതി പല ഭാഗങ്ങളിലായിട്ട് എബ്രായ ലേഖന കർത്താവ് പല ഭാഗങ്ങളിലായിട്ട് പ്രത്യാശയെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്ര. രഹസ്യേതി അതിന്റെ 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ നമ്മുടെ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷ്ക്ക് പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങൾ ആ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ എന്താകുന്നു? നമ്മുടെ ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. സ്തോത്ര. ഈ ദിവസങ്ങളിലെ ആത്മാവിന്റെ ബലം, ആത്മാവിന്റെ ധൈര്യം, പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഈ ദിവസങ്ങൾ നാം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പരിശുദ്ധാത്മാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം പ്രത്യാശ നഷ്ടപ്പെട്ടു പോകത്തില്ല, തകർന്നു പോകത്തില്ല. സ്തോത്രം. അതേ ആത്മാവിന്റെ നങ്കൂരം അത് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രാപിച്ചെടുക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. അതേ ആദ്യ വിശ്വാസ അവസാനത്തോളം നാം മുറുകെ പിടിക്കണം. നമ്മുടെ ദൈവാകാശത്ത് കൂടി ശ്രേഷ്ഠ മഹാപുരോഹിതനായി അത് നമുക്കുള്ളത് കൊണ്ട് നാം ദൈവത്തിന്റെ സ്വീകാരം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. സ്തോത്രം. അമേരകസ്ഥേതി വർക്കലവ എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, എന്തെല്ലാം പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും പതറിപ്പോകാതെ ആദ്യം നാം എടുത്ത വിശ്വാസത്തിന് വേണ്ടി, തീരുമാനത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ നാം തയ്യാറാകണം. സ്തോത്രം. പലപ്പോഴും നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥയുണ്ടാകാം, ക്ഷീണിച്ചു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാം. എങ്കിലും അവിടെ ഒന്ന് നാം എന്ത് ചെയ്യും? തകർന്നു പോകാതെ വണ്ണം ആ വിശ്വാസത്തിന്റെ ഉറപ്പോടുകൂടി നാം മുന്നോട്ട് പോകുവാൻ തയ്യാറാകണം. സ്തോത്രം. അതേ ഹല്ലേലൂയ. സ്തോത്രം. പല ലേഖനങ്ങൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നമ്മൾ ജാതികളെ പോലെ ആകുവാൻ പാടില്ല, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നാം ആകുവാൻ പാടില്ല. സ്തോത്രം. നാം പ്രത്യാശയുള്ളവരായി ജീവിക്കേണ്ടവരാ. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെ പറയുന്നത് എന്താണ്? നാം മറ്റുള്ളവരെ പോലെ ദുഃഖിക്കേണ്ടവരല്ല, നാം സന്തോഷിക്കേണ്ടവരാ. ഹല്ലേലൂയ. സ്തോത്രം. ഉറപ്പും ധൈര്യവും നമുക്ക് ഉള്ളവരാ. കാരണം ദൈവം നമ്മോട് കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. ദൈവം നമ്മുടെ സഹായത്തിന് കൂടെ ഉള്ളപ്പോൾ നാം എന്തിനു പേടിക്കണം? സ്തോത്രം. നാം ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതേ രഹസ്യത്തിൽ നിന്ന് അവിടെ പറയും, നമ്മൾ എന്ത് ചെയ്യണം? നാം മറ്റുള്ളവർ ഉറങ്ങുന്നു, മറ്റു എന്ത് ചെയ്യുന്നു? പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി ഉറങ്ങുന്നു. ഇരുളിലുള്ളവരാകിയാൽ ദുഷ്ടന്മാർക്ക് രാത്രിയിലുള്ളവർ ഉറങ്ങുന്നു. സ്തോത്രം. നാം പകലുള്ളവരാകിയാൽ ഉറങ്ങാതെ ഉണർന്ന് സുബോധമായിരുന്നു കൊണ്ട് ആ പ്രത്യാശ, രക്ഷയെന്ന പ്രത്യാശ ധരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുവാൻ തയ്യാറാകണം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഉറക്കത്തെ നാം നഷ്ടപ്പെടുത്തണം, ഉറക്കം മാറ്റണം. സ്തോത്രം. പലപ്പോഴും ഉറക്കമാണ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒന്നും നടക്കാതെ പോകുന്നത്. സ്തോത്രം. അതേ 1 തെസ്സലോനിക്ക ലേഖനം അതേ അവിടുത്തെ വചനത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. അതേ ഹല്ലേലൂയ 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. നാം ആരാണ്? നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിലുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധവുമായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്ന രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം? പ്രത്യാശ, സുബോധത്തോടുള്ള പ്രത്യാശ, ഉണർന്നിരിക്കുന്ന ഒരു പ്രത്യാശ. ഹല്ലേലൂയ. സ്തോത്രം. ആ മേരക നാം വെളിച്ചത്തിന്റെ മക്കളാ, പകലിന്റെ മക്കളാ. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണർവുണ്ടാകണം, അതേ സുബോധം ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. ജ്ഞാനം ഉണ്ടാകണം, ഉറക്കം മാറ്റണം. സ്തോത്രം. നമ്മൾ ദൈവത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. ദിവസങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പൗലോസ് പറയുന്നുണ്ട്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. സ്തോത്രം. മേരകസ്തി. ഹല്ലേലൂയ. നിത്യതയ്ക്ക് വരുന്ന ഒരുങ്ങേണ്ടവരാ. സ്തോത്രം. അതുകൊണ്ട് പ്രത്യാശയില്ല, പ്രത്യാശ മറ്റുള്ളവരെ പോലെ നാം ആകാതെ ഈ ദിവസങ്ങൾ നാം നമ്മുടെ
ധൈര്യത്തോടുകൂടി മുറുകെ പിടിക്കുവാൻ നാം തയ്യാറാകണം. സ്തോത്രം. എത്ര പേർക്ക് ദൂത് ഏറ്റെടുക്കുന്നു എനിക്ക് അറിയത്തില്ല കേട്ടോ. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ വരം, അപ്രത്യാശ എന്ന വരമില്ലാത്തത് കൊണ്ടാണ് അതേ രഹസ്യം നാം പല സ്ഥാനത്തും തകർന്നു പോകുന്നത്. ചെറിയൊരു പ്രശ്നം വരുമ്പോൾ അവിടെയൊക്കെ തകർച്ച വരുന്നതിന്റെ കാരണം അവിടെയെല്ലാം പ്രത്യാശ ഇല്ലാത്തത് കൊണ്ടാണ് നാം തകർന്നു പോകുന്നത്. എന്നാൽ പ്രത്യാശയുള്ള വ്യക്തിയാണെങ്കിൽ ഉറച്ചു നിൽക്കും. സ്തോത്രം. അവസാന നിമിഷം എന്റെ ദൈവം എനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്തുവരും ദൂത് മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ദാനിയേലിന്റെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കാമോ? സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിനോട് കൂടെ നടക്കുന്ന വ്യക്തി. ഹല്ലേലൂയ. പ്രിയ പുരുഷൻ ദൈവപരിലാണ് അവിടെ ദാനിയേലിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അവന്റെ ജീവിതത്തിൽ സിംഹത്തിന്റെ കൂടുതൽ ഇട്ടുകളയുമെന്നുള്ള രേഖ തിരുത്തി അത് പ്രതികൂലമായി എഴുന്നേറ്റ് വന്നപ്പോൾ സ്തോത്രം രഹസ്യം അവൻ എന്ത് ചെയ്തു? പ്രത്യാശ നഷ്ടപ്പെട്ടു പോയില്ല. അവൻ ദൈവത്തോട് എന്റെ വിഷയങ്ങളെ പറഞ്ഞു. സ്തോത്രം. മനുഷ്യരോട് വിഷയങ്ങളെ പറഞ്ഞില്ല. അവനറിയാം ഞാൻ പ്രത്യാശയില്ലാതെ മനുഷ്യരോട് എന്റെ വിഷയങ്ങളെ പറഞ്ഞാൽ ഞാൻ കെട്ടപ്പെട്ടവനായ സിംഹത്തിന്റെ കൂട്ടിൽ ഇടുമ്പോൾ സിംഹം എന്നെ പറിച്ചുകളെ കീറിക്കളയും എന്നുള്ള വിശ്വാസം ദാനിയേലിനുണ്ടായിരുന്നു. അതുകൊണ്ട് ദാനിയേൽ എന്ത് ചെയ്യുന്നറിയാമോ? ഇത് കേട്ട ഉടനെ യെരൂശലേമിലെ കിളിവാതിൽ തുറന്നിരുന്നുകൊണ്ട് തന്റെ പണ്ടത്തെ പ്രാർത്ഥനയെ അതേ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ദൈവസ്ഥലിൽ സ്തോത്രത്തോടുകൂടി അതേ അപേക്ഷ കഴിക്കുന്ന ദാനിയേലിനെ അവിടെ കാണുവാൻ കഴിയും. സ്തോത്രം. വചനം എടുക്കുന്നില്ല, കേൾക്കും, എല്ലാവർക്കും എടുക്കുക അറിയാനുള്ള ഭാഗമാണത്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം അധ്യായം 10-ാം അധ്യായം. സ്തോത്രം. അവിടെയൊക്കെ ദാനിയേൽ തന്റേതായ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യെരൂശലേമിന്റെ കിളിവാതിൽ തുറന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു. സ്തോത്രം. സ്തോത്രം ചെയ്തു. പ്രാർത്ഥിക്കുക മാത്രമല്ല, അവൻ സ്തോത്രം ചെയ്തു. സ്തോത്രത്തിന് ശക്തിയുണ്ട് കേട്ടോ ദൈവമക്കളെ. സ്തോത്രത്തിന് കോടി ശക്തിയാ. ഞാൻ രൂചിച്ചെടുത്തോണ്ടാ പറയുന്നത്. സ്തോത്രം. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴേ നമുക്ക് ശാരീരമായ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് സ്തോത്രം പറയണം. സ്തോത്രം പറയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടക്കും കേട്ടോ. അത് പ്രാർത്ഥനയെക്കൊണ്ട് ഫലവത്താണ് സ്തോത്രം. ഞാൻ അത് അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ അത് ചിന്തിച്ചില്ലെങ്കിൽ ചിന്തിച്ച് നോക്ക്. സ്തോത്രം ചെയ്തോണ്ട് രോഗം വരും, ശാരീരമായി ബുദ്ധിമുട്ട് വരണമെങ്കിൽ സ്തോത്രം കർത്താവേ, സ്തോത്രം നീ എന്നെ വിടുവിക്കണം കർത്താവേ. അതെ, അവിടെ നിന്ന് സ്തോത്രം കുറെ നേരം പറയുമ്പോൾ ഉരുവിടുമ്പോൾ ആമേൻ കർത്താവ് നമ്മളെ ഏത് നിലവാരത്തിൽ വിടുവിക്കുന്ന അറിയത്തില്ല. നാം അറിയാതെ നാം വിടുതൽ പ്രാപിച്ചു കൊണ്ടേയിരിക്കും. സ്തോത്രം. ഞാൻ അനുഭവിക്കും. ഞാൻ പല ജോലികൾ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാ. സ്തോത്രം. എന്റെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ വരും, ചിന്തകൾ വരും, ഇങ്ങനെ അറിയാത്ത വിചാരങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് അതിനെ വിട്ട് കളഞ്ഞിട്ട് സ്തോത്രത്തിൽ ഇങ്ങനെ ജാഗരിച്ച് നിൽക്കും. പക്ഷെ ഞാൻ പിന്നെ നോക്കുമ്പോൾ എനിക്ക് ഓർമ്മിച്ചെടുക്കുവാൻ കഴിയത്തില്ല. അത് മറന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. ദൈവം വിടുവിച്ചെടുക്കും. സ്തോത്രത്തിന് വലിയൊരു വിലയുണ്ട് കേട്ടോ. കോടി വിലയുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് അവിടെ പറയുന്നു സ്തോത്രം ചെയ്തു ദാനിയേൽ. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ദേശാധിപരും സേനാപതിയും അതെ രാജാക്കന്മാരും നോക്കിയപ്പോൾ ഇവ തകർന്നു പോയെന്നാ ചിന്തിച്ചത്. ഈ വാർത്ത കേട്ടപ്പോൾ നിന്റെ സിംഹത്തിന്റെ കൂടെ ഇട്ട് കളയുമെന്ന് പറഞ്ഞപ്പോൾ ദാനിയേൽ തകർന്നെന്നാ ചിന്തിച്ചത്. അത് നോക്കിയപ്പോൾ കണ്ടത് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയേലിനെയാണ് കാണുവാനിടയായത്. അവർക്കൊന്ന് മനസ്സിലായി ഇവനെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, ദൈവം അവനെ വിടുവിക്കുന്നുള്ള വിശ്വാസമുണ്ടായി. ഹല്ലേലൂയ. അവന് ഉറപ്പായ വിശ്വാസമുണ്ട്. രാജാവ് കേൾക്കുന്നു, നിന്റെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നോക്കട്ടെ. സ്തോത്രം. അവിടെ പ്രത്യാശയോടുകൂടി ദാനിയേലിന്റെ വാക്ക് പറയുന്നുണ്ട്. രാജാവിനെ അവൻ ശപിച്ചില്ല. രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. സ്തോത്രം. എന്റെ ദൈവം എന്റെ സിംഹത്തിന്റെ കൂട്ടിൽ നിന്ന് അതിന്റെ നാവിന്റെ ബന്ധനത്തെ തകർത്ത് അത് സിംഹത്തിന്റെ വായിൽ നിന്ന് പുറത്തെടുക്കുക എന്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള ഉറപ്പായ വിശ്വാസം അവൻ രാജാവിനെ അറിയിച്ചു. സ്തോത്രം. അവിടെ വെച്ചു അവൻ രാജാവിനെ ദീർഘായുസ്സോടെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, എന്റെ ദൈവം എന്റെ സിംഹത്തിന്റെ കുലിട്ട് കളയുന്ന ദൈവമല്ല, സിംഹത്തിന് വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. സ്തോത്രം. ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന ദൈവം എന്നെ പുറത്തു കൊണ്ടുവരുന്ന വിശ്വാസം ഉണ്ടായിരുന്നു. നോക്കണമേ, അവിടെ കാണാൻ പുറത്തു വരുവാനിടയായിത്തീർന്നു. ഇന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും, നീ ഒന്ന് പ്രാർത്ഥിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ഒരുക്കമാണെങ്കിൽ, നീ ഒന്ന് സുബോധത്തോടെ ഇരുന്ന് ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, നീ നിന്റെ ഉറക്കത്തെ വിട്ടുമാറിയിട്ട് ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലത്ത് ജീവിതത്തിൽ വലിയ വിടലുണ്ട്. അതേ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവിടുന്ന് എഴുന്നേൽക്കുക. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എത്ര പേർക്ക് ഉറക്കം വിട്ടകന്നുകൊണ്ട് ആ പ്രകാശത്തിലേക്ക് വരുവാൻ കഴിയും. സ്തോത്രം. ചെറിയാൻ സ്തോത്രമേ സഹോദര. ഇന്ന് പകൽക്കാൽ ദൂത് അറിയിക്കുന്നു സഹോദര. പണ്ട് കാലത്ത് ബിസിനസ് ഒക്കെ ചെയ്ത സമയത്തൊക്കെയും എല്ലാം തകർച്ചയുടെ വക്കിലായിരുന്നെങ്കിലും പേപ്പറിലൊക്കെയും അനുകൂലമായ സാഹചര്യങ്ങൾ വരുവാൻ കഴിയാതെ പോയി, തിരുത്തി കുറിക്കുവാൻ കഴിയാതെ പോയി. എന്നാൽ ഇന്ന് ആത്മാവ് പറയുന്നത് ഇങ്ങനെയാ, നീ ഇന്നായിരിക്കുന്ന സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. അതിനേക്കളപ്പുറമായി മാനിച്ച നിലവാരങ്ങൾ. സ്തോത്രം. പണ്ടൊരു തകർച്ചയുടെ വക്കിലായിരുന്നെങ്കിലും ദൈവം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ ആത്മാവിനെ വെളിപ്പെടുത്തുകയാ. സ്തോത്രം. അതേ ദുഃഖത്തിന്മേൽ ദുഃഖം വിട്ട്, സങ്കടത്തിന്മേൽ സങ്കടം വിട്ട്, മരിച്ചാൽ മതി എന്ന് പോലെ ചിന്തിച്ച് ചില ദിവസങ്ങൾ ചിന്തിച്ചവനാണ്. സ്തോത്രം. വല്ലാത്ത കുരുക്കിൽപ്പെട്ട് ആ കുരുക്കിൽ രക്ഷപ്പെടുവാൻ കഴിയാതെ വണ്ണം
രഹസ്യത്തെ കബളിപ്പിച്ചും പരാജയപ്പെടുത്തിയും ഒന്നിന്റെ പേപ്പർ വർക്കുകൾ പലപ്പോഴും അതേ രഹസ്യത്തെ വല്ലാതെ പ്രതികൂല സൃഷ്ടിച്ചും നിന്നെ വല്ലാതെ കുരുക്കിയ ചില മണ്ഡലങ്ങൾ ആത്മാവിനെ വെളിപ്പെടുത്തുകയാ. സഹോദര, ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചോ, നിനക്കൊരു വിടുതലുണ്ട് കേട്ടോ. നിന്റെ മനസ്സിന്റെ ഭാരം മാറുന്നുണ്ട്, മനസ്സിനെ കെട്ടിവെച്ച മുഖത്തിന്റെ അമൽക്കലുകൾ അഴിയുന്നുണ്ട്. വല്ലാതെ മനസ്സ് പല വിചാരപ്പെട്ട് തകർന്നതുപോലെ, ചിന്തകളിട്ട് വിചാരപ്പെടുന്നത് പോലെ പലപ്പോഴും ആക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളെ ആത്മാവ് നഴിക്കുന്നുണ്ട്. സ്തോത്രം. ഇന്ന് ആ മനസ്സ് ശരിയായി, ആ മനസ്സിന്റെ നിരൂപണങ്ങളെ മാറ്റി ഇന്ന് പുറത്തു കൊണ്ടിരുന്ന ദൈവത്തിന് കഴിയുമെന്ന്. അതെ, നീ പല വിചാരങ്ങളിട്ട് പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ദൈവം പറയുന്നു, സഹോദര, നിന്റെ വിചാരങ്ങളിലെ ദൈവത്തിന്റെ വിചാരങ്ങൾ, നിന്റെ പദ്ധതികളിലെ ദൈവത്തിന്റെ പദ്ധതികൾ. നീ എത്ര പദ്ധതികൾ എടുത്താലും ദൈവം അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കത്തില്ല. പ്രാർത്ഥിച്ചോ, തീരുമാനമെടുത്തോ, ദൈവത്തോട് പറ. ദൈവം നിനക്ക് ചില അനുകൂലമായ ചില പദ്ധതികൾ തുറക്കുവാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം അതേ രഹസ്യ ഇവർക്കലവാ ഓറാഭാഗസ്ഥയെല്ലാം തകർച്ചയുടെ വക്കിലായ സമയത്തും ഓറാബാ രക്ഷയില്ല എന്ന് ചിന്തിച്ച മണ്ഡലങ്ങളിൽ നിന്നും ഓറാഭാഗസ്ഥേ ദൈവർക്കലവൈറ്റാരകസ്ഥന അവിടെ ഒന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തെയാ നീ ആരാധിക്കുന്നത്. പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, സഹോദര. ഏപ്രിൽ മാസം, ആമേൻ, എന്നെ ആത്മാവിനെ വെളിപ്പെടുത്തുകയാ. ഏതോ ഒരു വിഷയത്തിൽ മതി, നീ ഭാരപ്പെട്ട വിഷയത്തിൽ മതി, ദീർഘനാളില്ല, ദീർഘ ദിവസമില്ല കേട്ടോ. മാർച്ച്, ഏപ്രിൽ, ആമേൻ, അടുത്ത മാസമാ എന്നെ ആത്മാവ് വെളിപ്പെടുത്തുന്ന സഹോദര. ഏതൊരു വിഷയം അത് നിന്റെ ജീവിതത്തിൽ അനുകൂലമായി വരാൻ പോകുന്നതായി ആത്മാവിനെ വെളിപ്പെടുത്തുകയാ. രാത്രികാലം ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചോ. നീ പ്രത്യാശയോട് പറ, എന്റെ കർത്താവ് എനിക്കത് കാണിച്ചു തരും. എന്റെ കർത്താവിന്റെ കൈ തരും. ആമേ, എന്റെ കർത്താവിന്റെ കൺമുമ്പിൽ അത് കാണിച്ചു തരും. ആമേ, രഹസ്യം ആരൊക്കെ മൂടി വെച്ചാലും, ആരൊക്കെ അതിനെ മറച്ചു വെച്ചാലും ശരി, എന്റെ ദൈവം എനിക്ക് അസാധ്യമായ ചില മണ്ഡലത്തൂടെ അതിനെ പുറത്തു കൊണ്ടുവരും എന്ന് വിശ്വസിപ്പാൻ തയ്യാറാണെങ്കിൽ ചില വഴികൾ തുറക്കുന്നതായിട്ട് ആത്മാവ് ദൂത് വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. രഹസ്യവർക്കലവ ശരീരത്തിലെ കെട്ടുകൾ പൊട്ടുന്നു. ഗുളികൾ കഴിക്കുവാൻ തക്കവണ്ണം, ആശുപത്രിയിൽ കയറുവാൻ തക്കവണ്ണം വരവനേക്കാൾ ചിലവിടുന്ന പോരാട്ടങ്ങളെ ഹരിക്കുകയാണ്. ഓറാവാഹസ്താദീവർക്കലവയിട്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് രോഗിയാക്കി തകർത്ത് കളയുവാൻ പോരാടി മണ്ഡലങ്ങളെ ഇപ്പോൾ ഹരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വിടർത്തി കളയുവാൻ, ഒതുക്കി കളയുവാൻ പദ്ധതികൾ ഒരുക്കുന്ന ആ ശത്രുവിന്റെ മണ്ഡലത്തെ ശരീരം വിട്ട് പൂർണ്ണമായും അഴിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രാർത്ഥിച്ചോ, ഇപ്പോൾ പ്രാർത്ഥിച്ചോ. ദൈവം ഒരു വിടുതൽ ആ ശരീരത്തിലെ ഉള്ളറകൾ വെളിപ്പെട്ട് വരികയാ. ആ മറന്നിരിക്കുന്ന ബന്ധനങ്ങളെ തകർക്കുകയാണ്. സ്തോത്രാരകസ്തേരിവർക്കലവ ഓറാഭാഗസ്തേരിവർക്കലവ. എനിക്ക് വചനം പോലും എടുക്കുവാൻ കഴിയുന്നില്ല കേട്ടോ, സമയമില്ലാത്തത് കൊണ്ടാ. ദൂതുകൾ പറയുവാൻ അനവധിയുണ്ട്. സ്തോത്രം. ആ മേരകസ്തേരിവർക്കലവൈട്ടാരകസ്തന. എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. സ്തോത്രം. ദൈവം ചില വഴികൾ നിനക്ക് വേണ്ടി തുറക്കുന്നു. അടഞ്ഞ മണ്ഡലം നിന്റെ മുമ്പിലേക്ക് ഇത് ഓപ്പണായി വരുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചു. എവിടെയൊക്കെയാണ് ശത്രു അടച്ചു വെച്ചിരിക്കുന്ന മേഖലയിൽ നിന്ന് നിന്നെ പുറത്തെടുത്തതാ ഓരാഗസ്ത ഒരു തുറന്ന വഴിയിലേക്ക്, ഒരു വിശാലമായ മണ്ഡലത്തിലേക്ക് നിന്നെ പുറത്തു കൊണ്ടുവരുവാ ദൈവത്തിന് കഴിയുമെന്ന് ദൂത് വെളിപ്പെടുത്തുകയാ. സ്തോത്രാരകസ്തേ ദൈവർക്കലവാ. ദാനിയേലിന് വിശ്വാസമുണ്ടായിരുന്നു, ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന്. പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. പത്രോസ് കാരാഗൃഹത്തിൽ കടന്നു. യോഹന്നാന്റെ സഹോദരൻ യാക്കോവിനെ കൊന്നതുപോലെ എന്നെ വാൾ കൊണ്ട് കൊന്നുകളയുമെന്ന് ചിന്തിച്ച് പത്രോസ് കാരാഗൃഹത്തിന്റെ ഉള്ളറയിൽ കിടക്കുന്നുണ്ട്. സ്തോത്രം. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. ഇനി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. സ്തോത്രം. ആരാധിച്ചിട്ടും കാര്യമില്ല. ദൈവത്തെ സ്തുതിച്ചിട്ടും കാര്യമില്ല. നോക്കണമേ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ, അവന്റെ പ്രാർത്ഥന ചെറിയൊരു കഷ്ടത വന്നപ്പോൾ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ അപ്പോഴും പ്രാർത്ഥിക്കുക. സ്തോത്രം. ദൈവത്തിനൊരു നിമിഷം മതി, ഒരു മിനിറ്റ് മതി. ഹിസ്കിയാവിന് കൊടുത്തതുപോലെ ഒരു വിടുതൽ നമുക്ക് തരുവാൻ. സ്തോത്രം. അതുകൊണ്ട് നാം മനം തകർന്നു പോകേണ്ട. ഹിസ്കിയാവിന് കണ്ടില്ലേ, ഒരു ദൂത് പറഞ്ഞു ആയുസ് നഷ്ടപ്പെട്ടു പോകുമെന്ന്. സ്തോത്രം. എന്നാൽ അവൻ ഒന്നുകൂടെ പ്രത്യാശയോടുകൂടി, ധൈര്യത്തോടുകൂടി, മുഖച്ചുവനെ തിരിച്ച് കടലിനോടുകൂടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോൾ അവന് വേണ്ടി വഴി തുറന്ന് 15 സംവത്സരം നീട്ടിക്കൊടുത്തു. അതുകൊണ്ട് ദൈവത്തിന് കാരാഗൃഹത്തിന് ഉള്ളറയിൽ വെച്ചും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന്. സ്തോത്രാരകസ്തേദീവർക്കലവ. പോലീസുകാരും കോടതികളും അതേ വക്കീലന്മാർ നിനക്കെതിരെ നീതിയായി നടത്തിയില്ലെങ്കിലും ഭാരപ്പെടേണ്ട. സ്തോത്രം. ദൈവം നിനക്ക് അനുകൂലമായ ചില പദ്ധതി ഒരുക്ക്. വാദിച്ച് ഏതോ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നു കേട്ടോ. വാദിച്ച് കുറെ നാളായി വാദിച്ചു കൊണ്ടിരിക്കുന്നു, ഒരു നീതി നടക്കുന്നില്ല. ഏത് വ്യക്തി അറിയത്തില്ല, ആ വ്യക്തി എനിക്ക് വെളിപ്പെടുത്തുന്നില്ല. ഇങ്ങനെ ഒരു വിഷയം എന്നെ വെളിപ്പെടുത്തുക. കുറെ നാളായി വാദിച്ച് കോടതികൾ കയറിലും കെട്ടും വിടുതൽ ലഭിക്കുന്നില്ല. സ്തോത്രം. അവർ കൈക്കൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. കയ്യിൽ നിന്ന് പൈസ മുടങ്ങുന്നതല്ലാതെ ഒരു നന്മയും കാണുന്നില്ലെന്ന്. സ്തോത്രം. ഏത് വ്യക്തിയാ? സൂമിലായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയോ എനിക്കറിയത്തില്ല. പക്ഷെ ഈ വിഷയം എന്നെ പെട്ടെന്ന് കൊണ്ടുവന്നു.
പ്രാർത്ഥിച്ചോ. ഇന്ന് നിന്റെ കേസിന് അനുകൂലമായ ഒരു വിധി പുറപ്പെടാൻ പോകുന്നുണ്ട്. സ്തോത്രം. നീ വാദിച്ചിരിക്കുന്ന വിഷയത്തിന്മേൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുന്നുണ്ട്. ഞാൻ വചനം നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ദൈവകരങ്ങൾ കൊടുത്തേ. ആമേ രഹസ്യ പത്രോസ് വിചാരിച്ചു പുറത്തു വരികയില്ലെന്ന്. ആമേ എന്നാൽ പറയുന്നുണ്ട്, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന അവന് കോട്ടയായിരുന്നു. നിന്റെ പ്രാർത്ഥന നീ മുടക്കിക്കളയരുത്. ആരാധന മുടക്കിക്കളയരുത്. സ്തോത്രം. എവിടെയായിരുന്നു നിന്റെ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകും നോക്കണമേ. അവിടെ പറയുന്നുണ്ട്, സ്വതവേ തുറന്നു, വാതിലുകൾ സ്വതവേ തുറന്നു, അവൻ പുറത്തു വന്നു. നീ നിന്റെ പ്രത്യാശ ഇനി ഒരിക്കലും വരില്ലെന്നാണ് എന്ന് ദൈവം പറഞ്ഞില്ല. നിന്നെ ഞാൻ കൊണ്ടുവരും, പുറത്തു കൊണ്ടുവരും. ആമേ. നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലാണെങ്കിൽ, നീ ആരാധിക്കുന്ന ദൈവത്തിലാണെങ്കിൽ, സ്വപശ്രദ്ധയോട് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന മധ്യേ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ടെന്ന്. സ്തോത്രം. ഇതാ സ്വതവേ തുറന്നു, ഇരുമ്പ വാതിൽക്കലെത്തി സുബോധം കിട്ടി, അവൻ തിരിച്ചു വന്നു, പുറത്തു വന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം രഹസ്യ ദൈവർക്കല വൈട്ടാരഹസ്തന എന്റെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. മോശ ഞാങ്ങളെപ്പെട്ടിയിലായി. ആ വ്യാഭാഗം കൂടെ പറഞ്ഞ് നിർത്തിയിട്ട് ഞാൻ ചില ദൂതുകൾ പറയാൻ പോകുന്നു കേട്ടോ. ആത്മാവിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. 2-3 ദൂതുകൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ദൈവം അത് പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. പെട്ടെന്ന് ഇങ്ങനെ ആത്മാവ് പ്രേരിപ്പിക്കുക. 2-3 ദൂതുകളുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ വിഷയം കൊണ്ട് ഞാൻ വെളിപ്പെടുത്തട്ടെ. സ്തോത്രം. മോശ ഞാങ്ങളെപ്പെട്ടിക്കുള്ളിലായി കേട്ടോ. ഞാങ്ങളെപ്പെട്ടിലായുള്ള മറ്റുള്ളവർ ചിന്തിച്ചത് എങ്ങനെയാ? ഇവൻ തകർന്നു പോയി, ഇനി ഇവന് പുറത്തു വരാൻ കഴിയത്തില്ലെന്ന്. സ്തോത്രം. അന്നുള്ള ജനിച്ച ആൺകുട്ടികളെല്ലാം മരിച്ചുപോയ ഒരു സന്ദർഭത്തിലാണ് മോശയുടെ ജനനം. അവന് മരിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷേ ദൈവമനെ മരണത്തിലേക്ക് കൊണ്ടുപോയില്ല. രക്ഷപ്പെടുത്തുവാനാ ഞാങ്ങളെപ്പെട്ടിയിലാക്കിയത്. പക്ഷേ മറ്റുള്ളവർ ചിന്തിച്ചു, ഇവൻ ഞാങ്ങളെപ്പെട്ടിക്കുള്ളത് ശ്വാസം മുട്ടി മരിച്ചു പോകും, ഇവന് പുറത്തു വരികയില്ല. ഇല്ല, ഇല്ല. മോശ എന്ന ഒരു ദൈവത്തിനെ വേണ്ടി ദൈവം കരുതുവാനിടയായി. അവനൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു, അവനെ കുറിച്ചൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. 40 അതേ രഹസ്യ 40 ദിവസവും ആ ഫറവോന്റെ കൊട്ടാരത്തിൽ അവൻ വളർന്നു. അതേ രഹസ്യം എല്ലാ നന്മകളും അവർ കൊടുത്തു. നോക്കണം, ഒരു പ്രവാചകനായി പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. എനിക്ക് കഴിവില്ല, എനിക്ക് നടക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് അവൻ ഒഴിവുകൾ പറഞ്ഞെങ്കിലും ദൈവം പറഞ്ഞു, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ചൊരു ശോഭാഭിയുണ്ട്, നിന്നെക്കുറിച്ച് ശുഭയാത്രയുണ്ട്, നന്മയുണ്ട്, ശുഭ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. അതേ നിന്റെ യാത്രയെ തടയുവാൻ, നിന്റെ ശുഭാവിയെ തടയുവാൻ നിനക്ക് തടസ്സങ്ങൾ അടിയുകയാണ്. സ്തോത്രം. രഹസ്യവർക്കലവാ മോശ ഒരു പ്രവാചകനായി പുറത്തു വന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ. സ്തോത്രം. ഇന്ന് ശുഭയാത്രയെ തടയും നിങ്ങൾ ചില വ്യക്തികൾക്കൂടെ ശുഭയാത്ര ഒരുങ്ങുന്നതായിട്ട് ആത്മാവ് ദൂത് വെളിപ്പെടുത്തുകയാ. ഞാൻ നിർത്തുന്നു കേട്ടു. വചനം ഒരു ഭാഗത്തിനെ കാണിക്കുന്നു. ചില വ്യക്തികൾക്ക് ശുഭയാത്രകളുണ്ട് കേട്ടോ. ശുഭയാത്രകളുണ്ടെന്ന്. സ്തോത്രം. ദൈവം ഒരു ശുഭധർമ്മം ഒരുക്കി വച്ചിരിക്കുകയാ. അവിടെ കൊടുങ്കാറ്റുണ്ട്, പ്രതികൂലമുണ്ട്. എന്നാൽ ദൈവം പറയുന്നു, ആ പടകിൽ ദൈവമുണ്ട്, നിന്റെ പടകിൽ ദൈവമുണ്ട്. സ്തോത്രം. പടക് കൊടുങ്കാറ്റ് കൊണ്ട് നഷ്ടപ്പെട്ടു പോലെ പേടിക്കണ്ട. ഡാനിയേൽ ഷോം പ്രാർത്ഥിച്ചോ സഹോദര. ഡാനിയേൽ ഷോം അമേരിക്കസ്തി കുറച്ച് നാളുകളായി രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നു, ക്ഷീണത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നു. പടക് തകർന്നു പോയില്ലേ? പെരുത്ത മീൻകൂട്ടയിൽ കയറി വരികയെന്ന് ചിന്തിച്ചോളാം സഹോദര. എന്റെ ദൈവം പറയുന്നു, നിന്റെ പടക് തകർന്നു പോയി ഒരു ഭാഗത്ത് ഒതുക്കി, ഇനി ആ പടക് ശൂന്യതയാണെന്ന് ചിന്തിച്ച് ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണോ? ആത്മീയത്തിലാണ് ഞാൻ ദൂത് പറയുന്നത് കേട്ടോ. പടകെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കില്ല, ആത്മീയത്തിലുള്ള ദൂതാ, നന്മയാ. ആ പടക് ശൂന്യതയാ, പടക് നന്മ വരുന്നില്ല, അതിന് ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിരിക്കുന്നു. സഹോദര പ്രാർത്ഥിച്ചോ. കർത്താവ് പറയുന്നുണ്ട്, പടകുതാ ഒരു പെരുത്ത മീൻകൂട്ടം കയറി വരാൻ പോകുന്നതായിട്ട്. നിനക്കൊരു ശുഭയാത്രയുണ്ട്, ശോഭാവിയുണ്ട് കേട്ടോ. കാലങ്ങളിൽ യാത്രകൾ തടസ്സപ്പെട്ടു പോയെങ്കിൽ പ്രാർത്ഥിച്ചോ. കർത്താവ് ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ പോകുന്നുണ്ട്. ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുത്തേ. എല്ലാവർക്കും ദൂതുവേള സമയമില്ല കേട്ടോ. നിങ്ങൾ എല്ലാവരും ദുഃഖിക്കല്ലേ. സ്തോത്രം. ആമേ. പറ്റുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ആമേ. രഹസ്യം എന്റെ ശുശ്രൂഷ എങ്ങനെയാ. സ്തോത്രം. ദൂതിൻ്റെതാണ് ഏറ്റവും എനിക്ക് കിട്ടുന്നത്. സ്തോത്രം. അത് കിട്ടിക്കൊണ്ടേയിരിക്കും, ഞാൻ അറിയാതെ. സ്തോത്രം. ദൈവം തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നിലവാരത്തിലുള്ള ശുശ്രൂഷ വചനം പോലെ തന്നെ പറയാൻ കഴിയത്തില്ല. സ്തോത്രം. ആമേൻ. പറയട്ടെ സഹോദര, പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിൽ ദൈവം ഒരു വഴിക്ക് വേണ്ടി, ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി, ശുഭാവിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചോ സഹോദര. ഒരുങ്ങിക്കോ, ഒരുങ്ങിക്കോ. ആത്മാവ് പറയുന്നു, ഒരുങ്ങിക്കോ. ഹല്ലേലൂയ. ഓ റാഭാഗസ്തെ, ഒരുങ്ങിക്കോ. ഇവിടെ ഒരു ഒരുക്കം ആവശ്യമാണെന്ന്. ഹല്ലേലൂയ. രഹസ്യ ഓ റാഭാഗസ്ത, പ്രത്യാശ തകർന്നു പോയ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം നിനക്ക് വേണ്ടി അനുകൂലമായ ചില പദ്ധതികൾ എടുക്കുന്നുണ്ട്. നിന്റെ പടക് ശൂന്യതയാണെങ്കിൽ ഇതാ ഒരു പെരുത്ത മീൻകൂട്ടം പടകിലേക്ക് കയറി വരാൻ പോകുന്നുണ്ട്. സ്തോത്രം. നിന്നെ അന്വേഷിച്ച് ചില വ്യക്തികൾ വരാൻ പോകുന്നുണ്ട്. സ്തോത്രം. നിന്നെ തകർത്തവരുടെ മധ്യേ, നിന്നെ ഒതുക്കിയുടെ മധ്യേ, ഹല്ലേലൂയ, നിന്നെ കാണുവാൻ, ഓ നീ ആരാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. പ്രാർത്ഥിച്ചോ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കൊടുങ്കാറ്റുകളിലുണ്ട്, അതേ തിരകൾ ഉണ്ട്, പ്രതികൂലങ്ങളുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവം പറയുന്നു, അതിനെ ശാന്തമാക്കിയിട്ട് നിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് കൊണ്ട് നിർത്തിക്കുവാൻ ദൈവം നിനക്ക് വേണ്ടി ചില പ്രത്യാശ തുറമുഖങ്ങൾ ഇതാ ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ട് ആത്മാവ് ദൂത് വെളിപ്പെടുത്തുകയാ. പ്രാർത്ഥിച്ചു. ഇപ്പോൾ ആ ശരീരത്തെ നെഞ്ചിലെ ഭാരം ഇപ്പോൾ അഴിയുന്നു. ഓരാഗസ്ത്
ഓ രാഗസ്തേരി ഇവർക്കല വൈഠാരകസ്തന ജീരാഗസ്ത ഒരു ഓപ്പറേഷൻ ശരീരം മാറിപ്പോകുന്നുണ്ട്. അതിൽ ഇന്ന് രാത്രി പകൽക്കാലത്തിൽ വിടുതലുകൾ ആ ശരീരത്തിൽ ഉള്ളറകൾ വെളിപ്പെട്ട് വരുന്നുണ്ട്. ഉദര സംബന്ധമായ അതിലെ പോരാട്ടങ്ങൾ ഇപ്പോൾ അഴിയുന്നുണ്ട്. അതിലകസ്തേരി ഇവർക്കല വൈഠാരകസ്തന ഇപ്പോൾ വലിയ വിടുതല ശരീരത്തിൽ ഉള്ളറകൾ വെളിപ്പെട്ട് വരികയാ സഹോദര. പ്രാർത്ഥിച്ചു, ദൈവം നിനക്ക് നീതിയായ ചില കാര്യങ്ങൾ നടത്തി തരും. അതേ കുടുംബക്കാർ എതിർത്തെങ്കിൽ, സഹോദരന്മാർ നിനക്കെതിരെയാണെങ്കിൽ, മറ്റുള്ളവർ നിനക്കെതിരെയാണെങ്കിൽ, അതേ ആത്മാവ് പറയുന്നുണ്ട്, നിന്റെ വസ്തു നിനക്ക് അനുകൂലമായി വന്നില്ലെങ്കിൽ, എഴുതി തന്നില്ലെങ്കിൽ, അതേ അത് മറ്റുള്ളവരുടെ കയ്യിലാണ് കൈവശമാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ, ആത്മാവ് പറയുന്നില്ല, നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് തന്നെ അത് നിന്റെ കയ്യിലേക്ക് ദൈവം തരും. പ്രാർത്ഥിച്ചോ, അത് നിന്റെ കയ്യിലേക്ക് ഇത് വരാൻ പോകും. ദൂതേറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ബീനാജയ് ദൂതേറ്റെടുത്ത് പ്രാർത്ഥിച്ചോ സഹോദരി. കഴിഞ്ഞ കാലങ്ങളേക്കുള്ള അപ്പുറമായ ഒരു കൊയ്ത്തുണ്ട് കേട്ടോ. ഒരുങ്ങിക്കോ. ഹാലേലു. പണ്ടൊരു കാലം ചിന്തിക്കാമെങ്കിൽ സ്വതം നല്ലൊരു രഹസ്യ ഭവനമില്ലാതിരുന്ന സമയം, ആമേ, നല്ല സാമ്പത്തികമില്ലാതിരുന്ന സമയം, കുറുകി കുറുകി പശിയോ കൊക്കോ എന്ന പോലെ ചിലച്ചുകൊണ്ടായിരുന്ന മണ്ഡലങ്ങൾ, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, തകർച്ചിറവക്കിലായിരുന്ന മണ്ഡലങ്ങൾ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം. ആത്മാവ് പറയുന്നു, നിന്റെ പേര് വലുതാക്കാൻ പോകുന്നു, നിന്റെ പേര് അറിയപ്പെടാൻ പോകുന്നു. ആമേ, നിന്റെ മിനിസ്ട്രി വളർത്തിയെടുക്കുവാൻ പോകുന്നു. അനേക ജീവിതങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ മുട്ടുമടക്കാൻ പോകുന്നുണ്ട്. ചില മരണക്കെട്ടുകളും ശുശ്രൂഷയിലൂടെ അതേ വിടുതൽ പ്രാപിച്ച് പുറത്തു വരാൻ പോകുന്നതായി ദൂത് വെളിപ്പെടുത്തുന്ന സഹോദരി. പ്രാർത്ഥിച്ചോ, ചില സാമ്പത്തിക വഴി തുറക്കും കേട്ടോ. മിനിസ്ട്രിക്ക് വേണ്ടി സഹായിപ്പാൻ ചില വിദേശ സഹായങ്ങൾ ലഭിക്കും. വിദേശ സഹായങ്ങൾ എഴുന്നേൽപ്പിക്കും. അത് രഹസ്യ ടീമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ പോലുള്ള സഹായികൾ ഇതിനു വേണ്ടി സഹായിപ്പാൻ എഴുന്നേറ്റ് വരും. സ്തോത്രം. പ്രാർത്ഥിച്ചോ, രഹസ്യന നിന്റെ കുടുംബത്തെ മാനിക്കും, തലമുറകളെ മാനിക്കും. യാത്രകൾ ഒരുക്കി കൊടുക്കും. സ്തോത്രം. അവർക്ക് വേണ്ട പേപ്പർ വർക്കുകൾ ശരിയായി വരും. തടസ്സങ്ങൾ മാറിപ്പോകും. നീ കാണാൻ കഴിയാത്തത് തലമുറയെ കുറിച്ച് നീ കാണും. സ്തോത്രം. ബാധ്യതകൾ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ശുഭയാത്രകൾ തലമുറകൾക്ക് വേണ്ടി ഉണ്ട്. ചില ബാധ്യതകൾ പേപ്പറുകൾ ശരിയായി വരുന്നുണ്ട്. തടസ്സപ്പെട്ട് കിടക്കുന്ന പേപ്പറുകൾ മാറി ഇന്റർവ്യൂകളും ടെസ്റ്റുകളും അവർക്ക് വേണ്ടി ഒരുക്കി. ആ ഇന്റർവ്യൂ ടെസ്റ്റ് നല്ലൊരു വിജയം കാണുവാനായിട്ട് പോകുന്ന സഹോദരി. പ്രാർത്ഥിച്ചോ, ഈ ദിവസങ്ങളിൽ നീ പ്രത്യാശിക്കുന്ന ഒരു ശുഭാവി നിന്റെ ജീവിത മണ്ഡലത്തിൽ കണ്ട് സന്തോഷിക്കുന്ന ഭാഗത്തിൽ നിന്നെ ഇത് ഉയർത്തിയെടുക്കുവാൻ പോകുന്നതായിട്ട് ആത്മാവ് ദൂത് പറയുന്നുണ്ട്. സ്തോത്രം. അതേ രഹസ്യവർക്ക് ഈ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പ് ഇതിങ്ങനെയുള്ളതല്ല, ഇതിനേക്കാൾ അപ്പുറമായി തന്നെ വളർന്നു വരാൻ പോകുന്നതായിട്ട് ദൂത് വെളിപ്പെടുത്തുന്നു. ആ രഹസ്യ അനേക മീറ്റിങ്ങുകൾ ക്രമീകരിക്കുവാനും, സ്തോത്രം, അനേക ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാനും എന്റെ കർത്താവ് ഈ മീറ്റിങ്ങിനെ, ഈ രഹസ്യ ഈ ഗ്രൂപ്പിനെ ദൈവം അനുഗ്രഹിക്കുവാൻ പോകുന്നതായിട്ട് ദൂത് വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. പണ്ടേ ഉള്ളതിന്റെ മോഹം, പണ്ടേ ഉള്ളതിന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു. അതിനെ ദിവസങ്ങൾ തളർത്തി കളയുവാൻ വെല്ലുവിളിക്കുന്ന ചില പദ്ധതികളെ ഇന്ന് വെട്ടിമാറ്റി പരാജയം കാണുവാൻ നോക്കി പാർക്കുന്ന ചില മണ്ഡലങ്ങളെ അഴിക്കുകയാണ്. സ്തോത്രം. പ്രാർത്ഥിച്ചോ, ഈ ദിവസങ്ങളിൽ ഒന്നുകൂടെ വർദ്ധിപ്പിച്ച് മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. തകർച്ചയുടെ അവസ്ഥയെ മാറ്റി ദൈവം ഒരു വിടുതൽ, അതേ ആവൃത്തി ഇത് തരാൻ പോകുന്നതായിട്ട് ദൂത് വെളിപ്പെടുത്തുകയാണ്. പക്ഷേ ഒരു ഭാഗം കൊണ്ട് സമയം മുന്നോട്ട് പോയി 7 മണി ആറായി ഞങ്ങൾ നിർത്താൻ പോകുന്നത് കേട്ടോ. ഈ ഭാഗം കൊണ്ട് സഹോദരി പറയട്ടെ, പലപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയമാകുമ്പോൾ ശാരീരിക ക്ഷീണം, ശരീരം ബലമില്ലാത്തതുപോലെ ആകുന്നുണ്ട്. തളർച്ച പോലെ, വെപ്രാളം പോലെ, എന്തോ ഫലമായ പ്രതികൂലങ്ങൾ പോലെ ശത്രു വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ആ ശരീരം വിട്ട് നഴിക്കുന്നുണ്ട് കേട്ടോ. സ്തോത്രം. അത് വേലയ്ക്കെതിരെ പോരാട്ടം, പ്രാർത്ഥിക്കാതാക്കുന്ന ഒരു ബന്ധനം, ചില പ്രാർത്ഥനയ്ക്ക് മുട്ടുകണക്കുമ്പോഴായിരിക്കും ആ ക്ഷീണം വന്ന് കയറുന്നത്. സ്തോത്രം. അത് നടിയുന്ന സ്തോത്രം. എനിക്കറിയത്തില്ല. തലയ്ക്ക് വല്ലാതെ മത്ത് പിടിപ്പിച്ച് തലവേദനയിട്ടും ശാരീരമായി കെട്ടപ്പെട്ടവരാക്കി വെക്കുന്ന രോഗശക്തി ഇപ്പോൾ അഴിയുന്നതായിട്ട് ആത്മദൂത് വെളിപ്പെടുത്തുന്നു. പ്രാർത്ഥിച്ചോ, നിനക്ക് വേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ ശരിയായി വരുന്നുണ്ട്. നിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ ശരിയായി വരുന്നുണ്ട്. അനുകൂലമായ ചില സാധ്യതകളും ഇടപാടുകളും ആനുകൂല്യങ്ങളും പ്രമാണങ്ങൾ എഴുതി വെക്കുന്നത് പോലെ, കയ്യൊപ്പുകൾ ഇടുന്നത് പോലെയും, വസ്തുപരമായ ചില വിഷയങ്ങൾ മറ്റ് ഇടപാടുകൾ നടക്കുന്നത് പോലെയും, ക്രയവിക്രയങ്ങൾ നിന്റെ ജീവിത മണ്ഡലങ്ങൾ നടക്കുവാൻ പോകുന്നതായിട്ട് ദൂത് വെളിപ്പെടുത്തുകയാ. എവിടെയോ വിശാലമായൊരു സ്ഥലത്ത് ഭൂമിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി ചില ക്രയവിക്രയങ്ങൾ അവിടെ നടക്കുവാൻ പോകുന്നതായി ദൂത് വെളിപ്പെടുത്തുന്നു. പ്രാർത്ഥിച്ചു, എന്റെ ദൈവം അസാധ്യമായ ചില മണ്ഡലങ്ങൾ തിരുത്തി കുറിക്കുവാൻ പോകുന്നു. ശുശ്രൂഷാതികൾ വിശാലപ്പെടുന്നു. അതേ ശുശ്രൂഷയിൽ വർദ്ധിക്കുവാൻ പോകുന്നുണ്ട്. ഇന്ന് കാണുന്ന അവസ്ഥകളെല്ലാം പുതിയ അഭിഷേകത്തോട്, പുതിയ കൃപയോട് ഇതാ എഴുന്നേൽപ്പിക്കുവാനായിട്ട് പോകുന്നുണ്ട്. മുമ്പിൽ നിൽക്കുന്ന പരാജയങ്ങളെ അഴിക്കുന്നുണ്ട്, കെട്ടുകളെ പൊട്ടിക്കുന്നുണ്ട്. ചില കുടുംബപാരമ്പര്യ ശക്തികളെ ഇപ്പോൾ തകർക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ, ചില കെട്ടുകൾ ശരീരം വിട്ട് മാറട്ടെ. ശുശ്രൂഷകരെ ബന്ധിച്ചിരിക്കുന്ന പോരാട്ടങ്ങൾ ഇപ്പോൾ അഴിയുന്നു. ആ മനസ്സിനെ കുരുക്കിയ ചില പോരുകൾ അഴിയുന്നു. ഭാരമിടുന്ന രോഗത്തിന്റെ ശക്തി ഇപ്പോൾ അഴിയുകയാ. ആ കെട്ടിലെ പൊട്ടിക്കുന്നു. ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടി നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഏൽപ്പിച്ച വചനം ഇതാ, ധൈര്യപ്പെട്ടിരിക്കുക. സ്തുതം. ഉറച്ചിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. പ്രത്യാശിക്കുക. സ്തുതം. അതേ പ്രത്യാശയിൽ ഉറച്ചിരിക്കുക. സ്തുതം. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദാവീദിന്റെ പ്രാർത്ഥന. സ്തുതം.
ഓരാത്മാവിനെ വിശ്വാസിച്ചോളൂ ഞാൻ അങ്ങനെ എന്ത് സ്തോത്രം അമേൻ. നീ എന്റെ മുഖപ്രകാശരക്ഷയും ദൈവമാകുന്നു. പ്രത്യാശയുള്ള വാചകങ്ങൾ യോവിനെ അനുഗ്രഹിച്ചു അനേകം തൊട്ടുവിട്ടു. യോവിന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം ദാനിയേൽ, ഏലിയാവ്, സ്തോത്രം, പത്രോസ്, പൗലോസ്, ആമേൻ ആമേൻ, രഹസ്യ മോശ, സ്തോത്രം, റീബർ കലവ ഇട്ടാരകസ്തന, റീബർ കലവ ലാസർ കെട്ടപ്പെട്ടവനെ പോലെ ആയിരുന്നു. സ്തോത്രം, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി മറിയയ്ക്കും മാർത്തയ്ക്കും പുറത്തു കൊണ്ടുവന്ന സ്തോത്രം, കെട്ടഴിഞ്ഞ് പുറത്തു വന്നു. സ്തോത്രം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വവും കാണുമെന്ന്. സ്തോത്രം, ഇന്ന് പകൽക്കാലം നീ കല്ലറക്കുള്ള ഒതുങ്ങിയിരിക്കേണ്ട വ്യക്തിയല്ലെന്ന്. സ്തോത്രം, നിന്നെ ഇതാ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ആമ എത്ര പേർക്ക് വിശ്വാസമായി ദൈവകരം ഒന്ന് കൊടുത്താട്ടെ. ഇന്ന് രാത്രി ഒരു ഇതുകൂടെ പറയട്ടെ. ചില മൂലകൾ മാറുന്നു, ചില ഓപ്പറേഷനുകൾ മാറിപ്പോകുന്നു, ചില ക്യാൻസറുകൾ ഇന്ന് പകൽക്കാലം മാറിപ്പോകുന്നു. ഓപ്പറേഷൻ ക്രമീകരിച്ച ജീവിതങ്ങൾ എന്നെ കാണിക്കുന്നു. ഇന്ന് പകൽക്കാലം ഓപ്പറേഷനുകൾ മാറുന്നുണ്ട്. അല്ലെങ്കിൽ യൂട്രസ് സംബന്ധമായ ചില പോരാട്ടങ്ങൾ ഇപ്പോൾ അഴിയുകയാണ്. സ്തോത്രം, എല്ലാവർക്കും ദൂത് പറയാൻ പറ്റാത്തത് കൊണ്ടാ ഈ വിഷയം വെളിപ്പെടുത്തുന്നത് കേട്ടോ. സ്തോത്രം, യൂട്രസ് സംബന്ധമായ ചില പോരാട്ടങ്ങൾ അഴിയുന്നുണ്ട്, അതിനെ ഇന്ന് അഴിക്കുന്നുണ്ട്. സ്തോത്രം, ചില ക്യാൻസറുകൾ മുഴകൾ ഇപ്പോൾ അഴിയുകയാണ്. സ്തോത്ര, ഓ നെഞ്ചിന്റെ അസ്വസ്ഥകൾ, ഹാർട്ടിന്റെ കംപ്ലൈന്റുകൾ, ഓ റാബാഗസ്ത റീവർക്കൽ സ്റ്റോക്കുകൾ ഇപ്പോൾ അഴിയുകയാണ്. സ്തോത്രം, ഇങ്ങനെ വിഷയങ്ങൾ വെളിപ്പെടുത്തുന്നത് കേട്ടോ സിസ്റ്ററെ. അതുകൊണ്ട് ഞാൻ പകർത്താം. അതായത് ഒരു ഓപ്പറേഷൻ ക്രമീകരിച്ച കേസ് ഡോക്ടർമാർ എഴുതി വെച്ച ഒരു രേഖ അത് പെട്ടെന്ന് തിരുത്തി കുറിക്കുന്നത് പോലെ അമേൻ ആത്മാവിന്റെ വഴികൾ തുറക്കുന്ന ഏതോ വ്യക്തിക്ക് കേട്ടെ സൂബിലായിരിക്കുന്ന അമേൻ അതാണെന്ന് വെളിപ്പെടുന്ന സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ വിശുദ്ധനൊന്ന് പ്രാർത്ഥിച്ചോണ്ടേ. സ്തോത്രം, അങ്ങനെ ആർക്കെങ്കിലും ഓപ്പറേഷൻ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ചില വഴികൾ തുറക്കുവാനായിട്ട് പോവുകയാണ്. സ്തോത്രം, ഒരാകസ്ഥാതി ഇവർക്ക് ഇതുവരെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നു, ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്നു. നാം പ്രത്യാശയുള്ള മക്കളായി അവൻ്റെതായ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാകളത്തോടും കൂടി ഇതാ നമുക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുന്നു. അല്പകാലം മാത്രമേ നമുക്കുള്ളൂ ഈ ജീവിതം. സ്വർഗ്ഗേൽപ്പിച്ച ശില്പിയെ ഞാൻ നേരിൽ കാണും. സ്തോത്രം, ആ മേരകസ്ഥയെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും. അതിനായി നമുക്ക് ഒരുങ്ങാം. യോവനെ പോലെ പറയാം, എന്റെ പ്രിയനെ കാണും. സ്തോത്രം, ആമ എത്ര പേർക്ക് പറയുവാൻ കഴിയും എന്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് യോബ് പറഞ്ഞു. അവസാനം 42 വാക്യത്തിൽ പറയുന്നു, എന്റെ ദൈവത്തിന്റെ ഉദ്ദേശമെന്ന് അസാധ്യമെന്ന് അറിയുന്നു. നഷ്ടപ്പെട്ടു പോയി യോബിന് വേണ്ടി പുതുവഴി തുറന്നു കൊടുത്തു. പ്രത്യാശയോടുകൂടി മുട്ടുമടക്കുമ്പോൾ തയ്യാറായപ്പോൾ നഷ്ടപ്പെട്ട ഇരട്ടിയായുള്ള അനുഗ്രഹങ്ങൾ കൊടുത്തു. ഇന്ന് പകർത്തൽ ഏതോ വ്യക്തികൾക്ക് നഷ്ടപ്പെട്ട ഇരട്ടിയായുള്ള അനുഗ്രഹങ്ങൾ ഇതാ മുമ്പിലേക്ക് ദൈവം തുറന്നു വരുന്നു. ചില പുതിയ വാതിലുകൾ, പുതിയ ഡോറുകൾ, പുതിയ ഓപ്പൺ ഡോറുകൾ ഇതാ തുറക്കുന്നുണ്ട്. വചനം പറയുന്നു, ദൈവം അടച്ചാൽ ആർക്കും തുറക്കുവാൻ കഴിയത്തില്ല. ഞാൻ അടച്ചാൽ ആർക്കും തുറക്കുവാൻ കഴിയത്തില്ല. ഞാൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ഇത് അതിന്റെ മുമ്പിൽ ഒരു പുതിയ വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ചില പുതുവഴികൾ ചില വ്യക്തികൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ വാതിൽ മുട്ടിയെങ്കിൽ തുറന്നിട്ടില്ലെങ്കിൽ ആത്മാവ് പറയുന്നു, ഇതാ ഒരു പുതിയ ചേഞ്ച്, ഒരു പുതിയ മാറ്റം ചില കുടുംബങ്ങൾക്ക് അതിൽ വെളിപ്പെടുകയാണ്. ഇതുവരെ സമയം അനുവദിച്ച സൃഷ്ടിനെ പറഞ്ഞ് നന്ദി അറിയിക്കുന്നു. കേട്ടുകൊണ്ട് എല്ലാം നന്ദി അറിയുന്നു. ചെറിയ തടസ്സങ്ങളൊക്കെ ഈ ആരംഭത്തിൽ വന്നുവെങ്കിലും കർത്താവിനത്തെ തടസ്സം മാറ്റി ശക്തമായി എടുത്തു മീറ്റിംഗ് നടത്തുവാൻ ദൈവം സഹായിച്ചത്. ഞാൻ വളരെ ഭാരപ്പെട്ടു. കർത്താവ് ഇതിൽ മീറ്റിംഗ് കയറുവാൻ പറ്റത്തില്ലെന്ന് ഞാൻ ചിന്തിച്ചു. സ്തോത്രം, 3 ആഴ്ച വരെ ആയതോടെ ഈ ഫോൺ കിട്ടിയിട്ട് എനിക്കും നല്ലതായിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല. സ്തോത്രം, അമേൻ. കർത്താവ് എങ്കിലും ഇതോളം മീറ്റിംഗ് നടത്തുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവ് ഇതോളം നിന്റെ മക്കളെ അനുഗ്രഹിക്കട്ടെ. കേട്ട വചനങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. നമുക്ക് കണ്ണുകളച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതുവരെ ഞങ്ങളുടെ സാലത്യം കൂടെ ഇരുന്നു പ്രത്യാശയോടുകൂടി കർത്താവിന്റെ വരവ് നോക്കിയിരിപ്പോൾ ഞങ്ങൾ ഒരുക്കണം പപ്പാം. ഞങ്ങൾ പ്രത്യാശ ജാതികളെ പോലെ ആയിത്തീരാതെ വണ്ണം ഈ ദിവസങ്ങൾ കർത്താവേ നമ്മൾ പ്രത്യാശയോടെ എന്ത് കഷ്ടം വന്നാലും പതറിപ്പോകാതെ ധൈര്യപ്പെട്ട് ഉറച്ചിരുന്നു കൊണ്ട് കർത്താവ് ദൈവം നമ്മോട് കൂടെ ഉണ്ടല്ലോ. യഹോവന്റെ വെളിച്ചവും രക്ഷയുമാകുന്നു. യഹോവന്റെ ജീവന്റെ ഞാൻ ആരെ ഭയപ്പെടുമെന്ന് ദാവീദ് പറയുന്നത് പോലെ. സ്തോത്രം, സൈന്യം നേരെ പാളയം ഞാൻ ഭയപ്പെടുകയില്ല. അതേ ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ പാർക്കണം. ആ പ്രത്യാശയോട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ കുടുംബ രക്ഷിക്കണം. ദൂതുകൾ കേട്ടവരും ആലോചന കേട്ടവരും എല്ലാവരെയും സമർപ്പിക്കുന്നപ്പാ. എല്ലാവരും വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണം. അപ്പൻ്റെ കരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനകനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിൽ ക്ഷണിച്ച ബീന ജെയ്സസിനെ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എനിക്ക് നമ്പർ ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി സിസ്റ്ററിനെ വിളിച്ച് കാണുമെന്ന്. ആ നമ്പറും ആ ഫോണും എനിക്ക് ഹാങ് ആയിപ്പോയി. ഒരു പഴയ ഫോൺ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഫോണും പോയി, ഹാങ് ആയിപ്പോയി, എല്ലാവരും നമ്പറുകൾ പോയി. അങ്ങനെ ഇടയ്ക്ക് നോക്കിയപ്പോഴാണ് ഞാൻ ബുക്കിൽ ഈ നമ്പർ കണ്ടത്. അങ്ങനെ ഞാൻ സിസ്റ്ററിനെ പരിചയപ്പെട്ടു. പുതിയ നമ്പർ കൊടുക്കുവാനിടയായിത്തീർന്നു. പിന്നെ സിസ്റ്ററിനെ അനുഗ്രഹിക്കട്ടെ, എല്ലാം അനുഗ്രഹിക്കട്ടെ. കാരണം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മോർണിംഗ് മെസ്സേജ് ഞാൻ നിർത്തുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.